നമസ്കാരം. നവാവിഷ്ണു ഒരുക്കുന്ന നമ്മുടെ ചിഹ്നം പടയൊരുക്കം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോട്ടക്കൽ നഗരസഭയിലെ ആമപ്പാറ വാർഡിലാണ് യാത്ര ആരംഭിക്കുന്നത്. LDFിൻ്റെ കാലാകാലങ്ങളായി LDFിനെ തുണയ്ക്കുന്ന ഈ വാർഡിൽ ഇത്തവണ LDF കളത്തിലിറക്കിയിരിക്കുന്നത് ശോഭ ടീച്ചറെയാണ്. ശോഭ ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ട്, ചോദിച്ചറിയാം നമുക്ക്. ആമ്പാറയിലെ പ്രവർത്തനവുമായിട്ട് ഏകദേശം 2 ആഴ്ചയായി ഇവിടെ തന്നെ എല്ലാ വീടുകളും കയറിയിറങ്ങി 2 റൗണ്ട് പ്രവർത്തനം പൂർത്തിയായി. വളരെ ശുഭപ്രതീക്ഷയോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് വോട്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ ആവശ്യപ്പെടുന്നത്? പ്രത്യേകിച്ചും LDFിൻ്റെ അല്ലെങ്കിൽ CPIMൻ്റെ ഇങ്ങനെ ഉള്ളം കയ്യിൽ കിടക്കുന്നൊരു വാർഡാണ്. എല്ലാ വികസനവും എത്തിയിട്ടുണ്ടോ? തീർച്ചയായും ഇവിടെ 3 കൗൺസിലർമാരുണ്ടായിരുന്നൊരു വാർഡാണ്. അതായത് ആമ്പാറ, പൂഴിക്കുന്ന്, മദ്രസമ്പടി. വാർഡ് വിഭജനത്തിന് മുമ്പ് വാർഡ് വിഭജനത്തിന് മുമ്പ് വാർഡ് വിഭജനം വന്നപ്പോൾ ഇത് 3 കൂടി ഒന്നായി. വാർഡ് വിഭജിച്ചപ്പോൾ ഈ 3 പ്രദേശം. ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇടതുപക്ഷം അല്ലെങ്കിൽ CPIMൻ്റെ കോട്ട മറ്റു വാർഡുകളിലേക്ക് സ്പ്ലിറ്റായി പോയിട്ടുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇടതുപക്ഷത്തിനുള്ള വോട്ട് എന്തായാലും അവിടെ തന്നെ ഉണ്ടാവും. ഈ വാർഡ് വിഭജനം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും അശാസ്ത്രീയമായിട്ടാണ് ഈ വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ഗ്രാമസഭ വിളിച്ചാൽ എല്ലാവരെയും കൂടെ ഒന്നിച്ച് പങ്കെടുപ്പിക്കുക, എന്തെങ്കിലും ഒരു വാർഡെന്ന് പറഞ്ഞ ഒരു യൂണിറ്റാണല്ലോ. വളരെ അശാസ്ത്രീയമായിട്ടുള്ളൊരു വാർഡ് വിഭജനമാണ് നടന്നിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്താ ഇവർ ലക്ഷ്യം വെച്ചതെന്ന് നമുക്കറിയില്ല. അപ്പം അത്രയ്ക്ക് ഇവിടെ മാത്രമല്ല, മൊത്തം കോട്ടക്കലെ വാർഡ് വിഭജനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാർഡ് വിഭജനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ 3 പ്രദേശം ഞാൻ പറഞ്ഞല്ലോ, ഈ വാർഡ് വിഭജിക്കുന്നതിന് മുമ്പ് ഇത് 3 കൗൺസിലർമാരായിരുന്നു. 2 ഇടതുപക്ഷത്തിൻ്റെയും 1 UDFിൻ്റെയുമായിരുന്നു. അതിൽ ഇടതുപക്ഷ കൗൺസിലർമാരുള്ള വാർഡിൽ പോയാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവരെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ആ ജനങ്ങളുടെ ഒപ്പം നിന്നിട്ട് അവരുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് അർഹതപ്പെട്ട മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങളും റോഡായാലും അങ്ങനെ എല്ലാ കാര്യത്തിലും അവരൊപ്പം നിന്നിട്ടുള്ളത് ആണെങ്കിലും UDF കൗൺസിലറുടെ വാർഡിൽ പോകുമ്പോൾ ചില പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്. കൗൺസിലറെ കണ്ടിട്ടേ ഇല്ല, പിന്നെ ഈ ഭാഗത്ത് വന്നിട്ടേ ഇല്ല എന്നൊക്കെയുള്ള പരാതികൾ ധാരാളം എനിക്ക് കിട്ടുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു ഈ നേരത്തെയുള്ള ഭരണവുമായി ബന്ധപ്പെട്ട് ഇപ്പം കബീർ മാഷിൻ്റെ വാർഡായാലും ദിനേശിൻ്റെ വാർഡായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അത് രാഷ്ട്രീയത്തിനതീതമായിട്ട്, മതത്തിനതീതമായിട്ട്, ജാതിക്കതീതമായിട്ട് ഇവരുടെ ഒരു സ്വീകാര്യത ഓരോ വീട്ടിലും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഇവരുടെ പിൻഗാമിയായിട്ടാണല്ലോ ഞാൻ വരേണ്ടത്. അതുകൊണ്ട് അതിൽക്കും മേലെയുള്ളൊരു പ്രവർത്തനം ഇവരെ ഇപ്പോൾ വെച്ചതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു പ്രവർത്തനം എനിക്ക് ഇവിടെ എന്തായാലും കാഴ്ചവെക്കേണ്ടി വരും എന്നാണ്. എന്താണ് ഇനിയിപ്പോൾ ഈ വാർഡിൽ വോട്ടർമാർ ആവശ്യപ്പെടുന്നത്? വോട്ടർമാർ ചില പ്രദേശത്ത് ഇവർ കൊടുത്തിരിക്കുന്ന റോഡിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരാനുണ്ട്. കുടിവെള്ള പ്രശ്നം പറയുന്നുണ്ട്. ചില പ്രദേശത്തൊക്കെ കുടിവെള്ള പ്രശ്നം പറയുന്നുണ്ട്. അത് ഞാനിപ്പം സന്ദീപിനോട് പറയുകയാണെങ്കിൽ അത് കുടിവെള്ള പ്രശ്നം എന്ന് പറഞ്ഞ ഒരു വാർഡിൽ മുഴുവനുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സനിലയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് സന്ദീപ് എന്നെ സമീപിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണ് സമഗ്രമായിട്ടുള്ളൊരു കുടിവെള്ള പദ്ധതി. ഈ കാലാകാലം ഇവിടെ ലീഗ് തന്നെയാണല്ലോ ഭരിക്കുന്നത്. അവരിതുവരെ അങ്ങനെയുള്ള ഒരു ആവശ്യം, ജനങ്ങളുടെ ഒരു ആവശ്യം നിറവേറ്റുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ കുടിവെള്ള പ്രശ്നം വരുന്നുണ്ട്. തെരുവു നായ്ക്കളുടെ ശല്യം അത് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാതെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പൂഴിക്കുന്ന് വാർഡിലടക്കം ഒരു സ്ത്രീയെ തെരുവുനായ കടിച്ച് ഇപ്പോഴും ചികിത്സയിലിരിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. മദ്രസയിൽ പോകുന്ന കുട്ടികൾ, രാവിലെ നടക്കാൻ പോകുന്ന മുഴുവൻ പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം വല്ലാതെ തന്നെ വരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ടീച്ചർ ഒരുപാട് പ്രവർത്തന മേഖലയിലുള്ള ഒരു വ്യക്തി കൂടെയാണ്. ഈ ഒരു വാർഡിൽ വിജയിച്ചു വരികയാണെങ്കിൽ എന്താണ് ടീച്ചറുടെ ഒരു കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും ഇവരുടെ ഈ ഇവിടുത്തെ പ്രവർത്തനവുമായിട്ടുള്ള അതിൻ്റെ ഒരു തുടർച്ച എന്തായാലും ഉണ്ടാവും. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അതിൻ്റെ അർഹതപ്പെട്ട ആൾക്കാർക്ക് വാങ്ങിക്കൊടുക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കറിയാം LDF സർക്കാരിൻ്റെ നയങ്ങൾ പിന്തുടർന്നുള്ള ഒരു വികസന പദ്ധതിയാണ് ഞാനിവിടെ പ്രാവർത്തികമാക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. അതായത് സ്ത്രീകൾ ധാരാളം പഠിച്ച വിദ്യാഭ്യാസമുള്ള ധാരാളം സ്ത്രീകൾ വീടുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പം സർക്കാരിൻ്റെ നയം എന്ന് പറഞ്ഞാൽ വീടുകളിൽ ഇരുന്നിട്ട് അവർക്ക് ചെയ്യുന്ന മൈക്രോ
തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർക്കൊരു വരുമാനം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനം ചെയ്യാനുള്ള ധാരാളം സംവിധാനം സർക്കാർ ഒരുക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് ആ നയങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഇവിടുത്തെ സ്ത്രീകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവർക്കൊരു വരുമാനം കിട്ടുന്ന രീതിയിലേക്കുള്ള ഏതെങ്കിലും ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കാനുള്ളൊരു പ്ലാനുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികൾ ഉജ്ജ്വല കൗമാരം എന്ന് പറഞ്ഞിട്ട് ഇപ്പം മയക്കുമരുന്നിനൊക്കെ അഡിക്റ്റായിട്ട് കുട്ടികൾ പോകുന്നുണ്ട്. അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ഏത് രീതിയിലാണോ ഇതിൽ നിന്നൊക്കെ ക്ലബ്ബുകളുടെ ഇതായാലും പിന്നെ കായിക മേഖലയിലേക്കായാലും അല്ലെങ്കിൽ അവർക്ക് പിന്നെ ആ രീതിയിലുള്ള പരിപാടികൾ രക്ഷിതാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഉണ്ടല്ലോ അവർക്കുള്ള ക്ലാസ്സുകൾ, അങ്ങനെ കൃഷിക്കാർ ഈ സമസ്ത മേഖലകളെയും ധാരാളം തരിശു ഭൂമികൾ ഇവിടെ ഞാൻ കാണുന്നുണ്ട്. നമ്മൾ ഈ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അതൊക്കെ കർഷക കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇപ്പം ചില സ്ഥലത്തൊക്കെ പൂക്കൃഷിയൊക്കെ വളരെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ വളരെ അവർക്ക് ഇത് കിട്ടുന്നുണ്ട്. ആ രീതിയിലേക്കുള്ള സംവിധാനം. അപ്പം ഈ ജനങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ 5 വർഷം കൊണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ സാധിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഇത്രയും നാളത്തെ എൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാൻ സന്ദീപിന് അറിയാമല്ലോ, ഞാനിപ്പം ആദ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു ഇതിലേക്ക് വന്ന ഒരാളല്ല. 19ാമത്തെ വയസ്സിൽ തുടങ്ങിയ എൻ്റെ പ്രവർത്തനം അതിൻ്റെ മുഴുവൻ ഇതും പിന്നെ ഊർജവും ആർജിച്ചുകൊണ്ട് ഇവിടുത്തെ സമസ്ത പിന്നെ നമ്മുടെ വയോജനങ്ങൾക്കായാലും കുട്ടികൾക്കായാലും ആ രീതിയിലേക്കുള്ള ഒരു നല്ല വലിയ പദ്ധതികൾ ഇവിടേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആലോചിക്കുന്നത്. ദിനേശേട്ടാ, എന്നല്ലാണ്ട് കഴിഞ്ഞ കൗൺസിലർ നമുക്ക് ഒരു ഇരുന്നിട്ട് സംസാരിക്കാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്കവിടെ ഇരിക്കാം. തീർച്ചയായും. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷം? കഴിഞ്ഞ 5 വർഷം എന്ന് പറഞ്ഞാൽ ഈ തുടക്കത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഭയമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആദ്യം മുതലേ ഈ വാർഡ് രൂപീകരിച്ച് തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അശാസ്ത്രീയമായിട്ടാണ്. പൊട്ടിപ്പാറ മുതൽ പെരുങ്കുളം വരെയാണ് ഈ വാർഡ് ഉണ്ടായിരുന്നത്. അതായത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ വാർഡ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പ്രവർത്തിക്കാൻ 5 വർഷം പ്രവർത്തിക്കാൻ വലിയ ഭയം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആ മേഖലകളിലൊന്നും ഞാനങ്ങനെ പരിചിതനായിരുന്നില്ല, ഈ പെരുങ്കുളം, കുളമ്പ്, കോട്ടൂർ മേഖലകളിലൊന്നും. അതിനുശേഷം എന്താ പറയുക, ഈ ഒരു വാർഡ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ആളായിട്ടാണ് അവർ കാണുന്നത്. ഒരു വാർഡ് കൗൺസിലറെ കാണുന്നത് സ്വന്തം വീട്ടിലൊരു അംഗത്തെ പോലെയാണ്. ഇപ്പോൾ വികസന കാര്യങ്ങൾ ധാരാളം പറഞ്ഞു. അപ്പോൾ വികസന കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ മാക്സിമം വികസനം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ 90% വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ കാണുന്നത് നമ്മൾ എന്തിനും ആശ്രയിക്കാൻ കഴിയുന്ന, അതായത് വീട്ടിൽ എന്തൊരു വിഷയം, പേഴ്സണലായിട്ടൊക്കെ എന്ത് വിഷയം ഉണ്ടെങ്കിലും അതിനെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് എല്ലാ വാർഡിലെയും വാർഡ് മെമ്പറെ ജനങ്ങൾ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ കഴിവിൻ്റെ പരമാവധി എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ 5 വർഷം ഇപ്പോൾ പൂർത്തിയാക്കി. ഇപ്പോൾ ഈ ഡിസംബർ 20 വരെയാണ് ഞങ്ങളുടെ കാലാവധി. അത് ഇറങ്ങുന്നത് എന്നുള്ള ഒരു സംതൃപ്തിയോടു കൂടിയാണ് ഇറങ്ങുന്നത്. എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് പ്രത്യേകിച്ചും കാര്യപ്പെട്ട ഒന്ന് രണ്ട് എന്താ പറയുക, ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഏറ്റവും വലിയ വികസനം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നത് ആമപ്പാറ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററാണ്. അത് മദ്രസുംപടിയാണോ? പറഞ്ഞു തരാം. ആമപ്പാറ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ കൊണ്ടുവന്നത് വാർഡ് 23ൻ്റെ കൗൺസിലറായിട്ടുള്ള എൻ്റെ ഇടപെടൽ കൊണ്ട് തീർച്ചയായിട്ടും വന്നത്. അതിൻ്റെ രേഖകൾ എൻ്റെ കയ്യിലാണ്. വാർഡ് 23 വേണ്ടി അനുവദിക്കപ്പെട്ടതാണ് അത് വെൽനസ് സെൻറ്റർ. അപ്പോൾ നമ്മൾ സ്വാർത്ഥ താല്പര്യം കാരണം ഞാൻ ഏതെങ്കിലും ഒരു സൗകര്യമില്ലാത്ത ഒരു വീടോ മറ്റേതോ വാടകയ്ക്ക് എടുത്തിട്ട് എനിക്ക് എൻ്റെ വാർഡിൽ തന്നെ വേണം, എനിക്ക് കാണിക്കാമായിരുന്നു. അപ്പോൾ അത് സൗകര്യമില്ലാത്തൊരു വീടെടുത്ത് വാടകയ്ക്ക് എടുത്തിട്ട് എനിക്ക് അവിടെ തുടങ്ങാമായിരുന്നു. അന്നത്തെ ചെയർപേഴ്സൺ വരെ എന്നോട് ചോദിച്ചാണ് വാർഡ് 23 വേണ്ടി അനുവദിച്ച ഇത് എന്തിനാണ് വാർഡ് 22 ഈ ബിൽഡിങ്ങിൽ കൊണ്ടുവരുന്നത് എന്ന് എന്നോട് അന്നേ ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കൗൺസിലറാണ്. അപ്പോൾ ആ കൗൺസിലർ എന്നുള്ളത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. അപ്പോൾ ജനങ്ങളുടെ സൗകര്യം, ഇപ്പോൾ ഈ റോഡിൽ വീടുകളുണ്ടായിരുന്നു, 2 നിലയ്ക്കുള്ള വീടുകൾ വാടകയ്ക്ക് കിട്ടാനുണ്ടായിരുന്നു. അവിടെ കൊണ്ടുവന്നാൽ ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട്, അപ്പം ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് ജനങ്ങളെ സൗകര്യത്തിനാണ്.
അപ്പോൾ ഏറ്റവും നല്ല ഇത്രയും നല്ലൊരു വെൽനസ് സെൻറ്റർ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് അത് അപ്പോൾ തൊട്ട് അത് എൻ്റെ വാർഡിൻ്റെ അതിർത്തിയിൽ തൊട്ടപ്പുറം ആണ്. പക്ഷേ ഇന്ന് അതിനെ ആശ്രയിക്കുന്നത് ദിവസം ആവറേജ് 120-130 പേര് ദിവസവും അതിനെ ആശ്രയിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇടപെടൽ, അതായത് വാർഡ് കൗൺസിലർ എന്നുള്ള രീതിയിൽ എൻ്റെ ഇടപെടലിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ഏറ്റവും വലിയ വികസനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതിനുശേഷം വാർഡ് 22-ലായതുകൊണ്ട് പിന്നെ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനൊക്കെ പലരും വന്നിരുന്നു എന്നുള്ളത് മാത്രമാണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം, ആരാണ് അതിനുവേണ്ടി പ്രവർത്തിച്ച് ആരാണ് കൊണ്ടുവന്നതെന്നുള്ള ജനങ്ങൾക്കറിയാം. ഇതൊരു താങ്കൾക്കെതിരെ വേറൊരു ആരോപണം എന്ന് നീങ്ങുമ്പോൾ കിണർ റീചാർജിങ്ങുമായി ബന്ധപ്പെട്ട് വൻ അഴിമതി നടന്നു എന്നൊരു ആരോപണം. അത് അത്തരത്തിൽ അത് ഇവിടെ നമ്മുടെ സബ് കളക്ടറായിട്ടുള്ള ജാർഖണ്ഡ് സ്വദേശി, ഞാൻ പേര് സുധീർ കുമാർ അങ്ങനെ എന്തോ ആണ് പേര്, ഞാൻ പേര് മറന്നുപോയി. അദ്ദേഹം വന്ന് ഇതെല്ലാം കണ്ടിട്ട് അഭിനന്ദിച്ചിട്ട് പോയ ഒരാളാണ്. അന്നത്തെ സെക്രട്ടറി ഉണ്ടായിരുന്നു, ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു. ഇവിടെ വളരെ മാന്യമായ രീതിയിലാണ്, അതായത് എത്രയാണോ എക്സ്പെൻസ് എന്നോട് ചോദിച്ചത് എന്തെന്ന് വെച്ചാൽ ഇത്രയും കുറഞ്ഞ ചിലവിൽ ഇവർക്കിത് എങ്ങനെ ചെയ്യാൻ സാധിച്ചു വീട്ടിലുള്ളവർക്ക് എന്നുള്ളതാണ്. ഇതിന് നമ്മൾ നടത്തിയത് ഒരു മേൽനോട്ടം മാത്രമാണ്. അറിയാമല്ലോ, നമുക്ക് ഈ കിണർ റീചാർജിങ് വഴി 1-2 വീടുകൾ ചെയ്താൽ പോരാ. അപ്പോൾ എന്താണ്, എല്ലാ വീട്ടിലും ചെയ്താലേ അത് പ്രദേശത്തിന് ഗുണം കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ വീട്ടുകാർക്കും സ്വന്തം ചെയ്യാനുള്ള കയ്യിലെ പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഒരുമിച്ച് ഇറക്കുകയും ഇത് ഇറക്കുന്ന സ്ഥലത്ത് കടമായിട്ടും ഇത് എടുക്കുന്ന വർക്ക് എടുക്കുന്നവർക്ക് കടം നിർത്തിക്കൊണ്ട്, കാരണം ഇത് അവിടെ നിന്ന് കിട്ടിയാലേ ഈ വീട്ടുകാർക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു സൗകര്യം, കാരണം അതെൻ്റെ കടമയല്ലേ. കാരണം കുടിവെള്ള പ്രശ്നം, രൂക്ഷമായ കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്ന നഗരസഭയിൽ, അപ്പോൾ അതിന് കുടിവെള്ള പ്രശ്നത്തിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ നമ്മളിത് ചെയ്യുമ്പോൾ എല്ലാ വീട്ടിലും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ്. അഴിമതി എവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടുമില്ല. ഇവിടെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങളത് ചെയ്തു. പല വീട്ടുകാരും മുൻകൂട്ടി പണം കൊടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അല്ലാത്തവർക്ക് നമ്മളത് ചെയ്തു കൊടുക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി. അപ്പോൾ പണം അവിടുന്ന് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് അവർ കിട്ടിയതിന് ശേഷം ഈ സാധനം ഇറക്കിയവർക്കും ജോലി ചെയ്തവർക്കും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ 2 ചെയർപേഴ്സൺമാരായിരുന്നു. ഒരു 3 വർഷം ഒരു ചെയർപേഴ്സൺ, 2 വർഷം വേറൊരു ചെയർപേഴ്സൺ. അതിനിടയിൽ ഒരാഴ്ച വേറെ അറിയാവുന്ന കാര്യം. സ്വാഭാവികമായിട്ട് ഈ 2 ചെയർപേഴ്സൺമാരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച ഭരണം ആരുടെ അടുത്തായിരുന്നു? നമ്മളെന്ന് പറഞ്ഞാൽ 2 ചെയർപേഴ്സൺമാരും അതായത് ഞങ്ങൾ അന്നും പ്രതിപക്ഷത്താണ്, ഇപ്പോഴും പ്രതിപക്ഷത്ത് തന്നെയായിരുന്നു. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഒരു അഴിമതിക്ക് കൂട്ടു നിൽക്കാത്തൊരു ചെയർപേഴ്സണും അതിനുശേഷം അത്തരത്തിലുള്ളൊരു ചെയർപേഴ്സണും എന്നുള്ള എനിക്ക് ഇതിലൊരു വ്യത്യാസം പറയാനുള്ളൂ. മറ്റിപ്പോൾ അവരുടെ ആ ചെയർപേഴ്സൺ പേരെ പിന്നെ കുറേ മറ്റേ ചെയർപേഴ്സണും ഇപ്പോഴത്തെ ചെയർപേഴ്സണും തമ്മിൽ നമുക്ക് നേരിട്ട് ബന്ധപ്പെടുന്നതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്ര മാത്രമേ എനിക്ക് അതിൽ പറയാനുള്ളൂ. അന്നും ഞങ്ങൾ പ്രതിപക്ഷത്താണ്, ഇന്നും പ്രതിപക്ഷത്താണ്. എന്താണ് ഈ വാർഡിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ? ഇനി ഈ വാർഡിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പ്രധാനമായിട്ടും അറിയാമല്ലോ, കുടിവെള്ള പ്രശ്നമാണ്. കുടിവെള്ള പ്രശ്നം മൊത്തം ഇപ്പോൾ ഇനി വരാൻ പോകുന്ന 35 വാർഡുകളിലും ഉള്ളതാണ്. അതിനൊരു വലിയ പദ്ധതി തന്നെ നടത്തേണ്ടതുണ്ട്. അതൊരു വാർഡ് കൗൺസിലറുടെ പരിധിയിൽ ഒതുങ്ങുന്നതല്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ, അതായത് വഴി പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഒരു വാർഡിൽ ഉണ്ടാവുന്നത്. അതായത് വീടുകളിലേക്ക് വഴിയില്ല. അപ്പോൾ നമ്മുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് പുതിയ റോഡുകൾ 3ഓളം റോഡുകൾ, അതായത് നടക്കില്ല എന്ന് കരുതിയിടത്ത് നമുക്ക് റോഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു റോഡ് ഏകദേശം കോൺക്രീറ്റും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു റോഡിന് നമ്മൾ കോൺക്രീറ്റിൻ്റെ 1ാം ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയൊരു വലിയ റോഡാണുള്ളത്. അവിടെ എനിക്ക് എൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത്, പ്രചരണ സമയത്ത് തന്നെ അവർ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ഈ വർഷങ്ങളായി ഞങ്ങൾക്ക് വഴിയില്ല എന്നുള്ളത്. അന്ന് നമ്മൾ ശ്രമിക്കാം എന്ന് പറഞ്ഞിരുന്നു. ആ ശ്രമം വിജയിച്ചു. അതാണ് അമ്പായക്കുണ്ട് റോഡ്. അപ്പോൾ ഇതിനി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ളതൊക്കെ ഇനി വരുന്ന നമ്മുടെ പുതിയ ജയിച്ചു വരുന്ന നമ്മളെ ശോഭ ടീച്ചർ ജയിക്കുമെന്ന് 101%. അത് വേറെ കാര്യം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആക്കി കൊടുക്കേണ്ടതാണ് ഇനി ചെയ്യാനുള്ള വികസനം. പിന്നെ മറ്റ് സ്ട്രീറ്റ് ലൈറ്റ് മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാ ഇതിലും വേണ്ട ആവശ്യമുള്ളിടത്തെല്ലാം അത് സ്ട്രീറ്റ് ലൈറ്റുകളും എല്ലാം ഉണ്ട്. കാര്യങ്ങളൊക്കെ വാർഡിലെ കാര്യങ്ങളൊക്കെ ക്യാമ്പായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ വികസനം എത്തിയിട്ടുണ്ട്. എല്ലാ വികസനം ഇപ്പോൾ ഇനി ഇത്തവണ ആര് വിജയിക്കാനാണ് സാധ്യത?
ഇത് വിജയിക്കണം. എങ്ങനെയുണ്ട്? ഞങ്ങളിപ്പോൾ മധ്യസ്ഥംപടി വാർഡിൽപ്പെട്ട ആൾക്കാരാണ്. ഇപ്പോൾ അത് ആമ്പാറ വാർഡിലായി പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ കാര്യം? ആമ്പാറ വാർഡിൽ ഞങ്ങൾ നല്ലൊരു സ്ഥാനാർത്ഥിയുണ്ട്. ഇപ്പോൾ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യല്ലോ. ഇപ്പോൾ ഉണ്ടായിരുന്ന മെമ്പർ ഞങ്ങൾ ഈ ഭാഗത്തേക്കേ വരാറില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഒന്നും അറിയാറുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അത് അറിയാനുള്ളൊരു അവകാശം കൂടി ഉണ്ടല്ലോ. വിജയിക്കുന്നു ശുഭപ്രതീക്ഷയിലാണ്. വിജയിക്കുന്നുള്ള പ്രതീക്ഷ നല്ലോണം ഉണ്ട് എനിക്ക്. പിന്നെ ഇത്രയും ദിനേശ് ചേട്ടൻ മത്സരിച്ച ആ വാർഡിൽ ഞങ്ങൾക്ക് നല്ല എല്ലാ കാര്യത്തിനും മുന്നിട്ട് എല്ലാ കാര്യത്തിനും ദിനേശ് ചേട്ടൻ ഉണ്ടായിരുന്നു. ഇനി ശോഭ ടീച്ചറായാലും അങ്ങനെ ഒരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട്. എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ, നല്ല പ്രതീക്ഷ ഉണ്ട്. ശോഭ ടീച്ചർ ജയിക്കട്ടെ, അതാണ് മനസ്സിലുള്ളത്. അതിന് വേണ്ടി പ്രയത്നിക്കും. തീർച്ചയായിട്ടും ജയിക്കും, 100% ഉറപ്പ്. നല്ല ദിനേശൻ നല്ല വർക്ക് കാഴ്ചവെച്ച്, അതുപോലെ ഇപ്പോൾ ശോഭ ടീച്ചർ ജയിച്ചു വന്നാലും അതുപോലെ നല്ല പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ എങ്ങനെയുണ്ട് വാർഡിലെ കാര്യങ്ങളൊക്കെ? നല്ലപോലെ പോകുന്നുണ്ട്. പിന്നെ ജയിക്കും എന്നത് പറയാനല്ല, ഞങ്ങൾക്കൊരു ചുരുങ്ങിയതൊരു 400 വോട്ടിനെങ്കിലും ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കുമെന്ന് പറയാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. കാരണം വെച്ചാൽ ആമപ്പാറ എന്ന് പറയുന്ന സ്ഥലം കോട്ടക്കലിൻ്റെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇപ്പോൾ ദിനേശ് ചേട്ടൻ ഇവിടെ ജയിച്ചത് കഴിഞ്ഞ തവണ 345 വോട്ടിനൊക്കെയാണ്. ആ ഭൂരിപക്ഷം ഉയർത്തുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജയിക്കുമോ എന്നൊരു ചോദ്യത്തിന് ഞങ്ങൾ പ്രസക്തി കൊടുക്കുന്നില്ല. കാരണം എല്ലാ വികസനവും എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പിടിച്ചോ? ഇലക്ഷനൊക്കെ ചൂട് പിടിച്ച് വരികയാണ്. പിന്നെ പ്രചരണത്തിന് ടീച്ചറെ കൂടെ പോരുമ്പോൾ ചെല്ലുമ്പോൾ പല വീടുകളിലും നമ്മളൊരു മുൻ കൗൺസിലറെ കുറിച്ച് അവർക്ക് പറയാനുള്ളൂ. അത് ഈ നേരത്തെ ടീച്ചർ സൂചിപ്പിച്ച പോലെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ദിനേശ് ചേട്ടൻ്റെ പിൻഗാമി എന്നുള്ള ടീച്ചർക്ക് ഇപ്പോൾ പ്രായം കൊണ്ട് ഇതാണെങ്കിൽ ദിനേശ് ചേട്ടൻ്റെ പിൻഗാമി എന്നൊക്കെ ടീച്ചർ വരുന്നത്. ഇപ്പോൾ അക്കരയാണെങ്കിലും കബീർ മാഷാണെങ്കിലും ഇവർ തുടങ്ങി വെച്ച ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. അത് ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ ടീച്ചറെ പോലുള്ള കാര്യപ്രാപ്തിയുള്ളൊരു സ്ഥാനാർത്ഥിക്ക് സാധിക്കും. അത്തരത്തിലുള്ള സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് ആമ്പാറയിൽ കിട്ടിയതിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാം. പിന്നെ മുന്നേ പറഞ്ഞ പോലെ ഇതൊരു ചെങ്കോട്ടയാണ്. ഈ ഞങ്ങൾ ഒരിക്കലും വിജയിക്കുന്ന 100% ഉറപ്പ്. ഭൂരിപക്ഷം ദിനേശിനേക്കാളും 2 വോട്ടയിലും കൂടുതൽ ടീച്ചർക്ക് കിട്ടണം എന്നുള്ളൊരു വർക്കാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അത് ഞങ്ങൾ വിജയിക്കാൻ എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഇറങ്ങി വോട്ട് പിടിക്കാൻ ഇറങ്ങിയോ? വോട്ട് പിടുത്തം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ വോട്ട് പിടുത്തുണ്ട്, നമ്മുടെ ഈ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളിലും വോട്ട് പിടുത്തുണ്ട്. എങ്ങനെയുണ്ട് ചെങ്കോട്ടയിലെ പ്രവർത്തനം? ചെങ്കോട്ടയിലെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊരു ഊർജ്ജസ്വലതയുടെ ഭാഗം തന്നെയല്ലേ. എന്തായാലും തെരഞ്ഞെടുപ്പിൽ നല്ല രൂപത്തിലുള്ള ഒരു വിജയം ഞങ്ങളിവിടെ കരസ്ഥമാക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഈ വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാത്തതുകൊണ്ടാണോ കാരണം കുർബാനി വാർഡിൽ നിന്നൊരാളെ കൊണ്ടുവരാൻ കാരണം? താങ്കളുടെ ഈ ചോദ്യം ഞാൻ മുൻകൂട്ടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാകുന്നത്. അത് ടീച്ചർ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഞങ്ങൾ ഈ പ്രദേശത്ത് 3 പ്രദേശത്താണ് ഈ വാർഡ് നിൽക്കുന്നത്. ഒന്ന് കോട്ടൂരിൻ്റെ ഒരു പ്രദേശമായിട്ടുള്ള മുണ്ടിയന്തറയോട് ചേർന്ന് നിൽക്കുന്ന മൂപ്പേടത്തെ ആ ഭാഗം, നിലവിലെ ആമ്പാറ. രണ്ടാമത്തത് ആമ്പാറയുടെ ഈ പ്രദേശം, തൊട്ടപ്പുറത്ത് പൂഴിക്കുന്ന് എന്ന് പറഞ്ഞാൽ മുളിയങ്കോട്ട പോയി ഏകദേശം നിലവിലെ നാടിപ്പാറയുടെ ഒരു ഭാഗം സൗഭാഗ്യ കോളനി വരെ നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഈ ഭാഗത്ത് ഏറ്റവും നല്ല ഏബിളായിക്കൊണ്ട് പ്രവർത്തിക്കാൻ, അതിനകത്ത് ഞാൻ പറയുന്നതിനകത്ത് ആളില്ല എന്നല്ല, പാർട്ടി ഒരു തീരുമാനം, ഇതിൻ്റെ എല്ലാം ഘടകം പാർട്ടിയാണ്. പാർട്ടി തീരുമാനിച്ചു ഈ ഭാഗത്തു നിന്നും മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തുമ്പോൾ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏതറ്റം വരെയും എന്ന് പറഞ്ഞാൽ അതിന് പ്രതിപക്ഷത്താണെങ്കിൽ പ്രതിപക്ഷത്ത്, ഭരണപക്ഷത്താണെങ്കിൽ ഭരണപക്ഷത്ത്, അവിടെ ഒരു ലീഡർഷിപ്പിൽ ഒരാളുണ്ടാകണം. അതിന് ഏബിളായി ടീച്ചർ ഒരുപാട് കാര്യങ്ങളായി. ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ടീച്ചറെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് ടീച്ചർ വരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ കോട്ടക്കലിൽ 40 വർഷത്തോളമായി സമസ്ത മേഖലകളിൽ, അത് ഒന്നല്ല, അത് കലാ സാംസ്കാരിക മേഖലകളിൽ, അതുപോലെ തന്നെ ചാരിറ്റി മേഖലകളിൽ, രാഷ്ട്രീയ മേഖലകളിൽ, ഏതെല്ലാം മേഖലകളിൽ ഇടപെടാൻ പറ്റുമോ അവിടെയെല്ലാം അതിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് ശോഭ ടീച്ചർ എന്നുള്ളത് എനിക്കും സന്ദീപ് ഏട്ടനും ഈ നാട്ടുകാർക്ക് മുഴുവനും പറയാം. അപ്പോൾ അതിൻ്റെ ടീച്ചർ മുനിസിപ്പാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച്, ഈ വാർഡിനെ സംബന്ധിച്ച് ടീച്ചറിപ്പോൾ ഒരാളെ ജയിപ്പിച്ച് കൊടുക്കാനും അതുപോലെ തന്നെ ആ പ്രവർത്തനത്തിൽ ഭാഗമാക്കാനും കഴിയും എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലുള്ള ആളുകളുടെയൊക്കെ ആവശ്യപ്രകാരം തന്നെയാണ് ടീച്ചറെ ഞങ്ങൾ ഇവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്താണ് ഇനി വാർഡിലേക്ക് വേണ്ടത്? യഥാർത്ഥത്തിൽ ഈ വാർഡിലേക്ക് വേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ ആവശ്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചുകൊണ്ട്. പക്ഷെ മനുഷ്യൻ്റെ ഹൃദയസ്പർക്കമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇവിടുത്തെ 2 കൗൺസിലർമാർ, അതായത് ഇടതുപക്ഷത്തിൻ്റെ 2 കൗൺസിലർമാർ, ഒന്ന് ദിനേശ് ചേട്ടനും കബീറാക്കി, 2 പേരും മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ബോധം.
കാരണം 2 മേഖലയിൽ പോകുന്ന ഒരാളാണ്. പൂഴിക്കുന്നിൽ പോകുന്നുണ്ട്, ആമ്പാറയിൽ പോകുന്നുണ്ട്, എല്ലായിടത്തും ഒരു എന്താ പറയുക വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് ഓരോ കൗൺസിലർമാരെയും സ്വീകരിക്കുന്നത്. അത് ആ കൗൺസിലർമാരെ സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ പാർട്ടിക്ക് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ്. ആ അംഗീകാരം ജനങ്ങളിലേക്ക് ഇപ്പോൾ പറയാം 3ാം സർക്കാർ പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വരും എന്നൊരു ബോധം ഈ കേരളത്തിൽ ഒന്നാകെ വരുമ്പോൾ ഈ നാടിനും ഈ കോട്ടക്കലിനും ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ഈ നാടിനകത്ത് ടീച്ചർ സൂചിപ്പിച്ചു തൊഴിൽ നൈപുണ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ കാലത്തെ ചെറുപ്പത്തെ എങ്ങനെയെല്ലാം അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചുകൊണ്ടുള്ള നല്ല ആലോചന. കുടിവെള്ള പ്രശ്നം ഈ കോട്ടക്കൽ നഗരസഭയിൽ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. നവോഷൻ പോകുന്ന മുഴുവൻ മേഖലകളിലും പരിശോധിക്കപ്പെടേണ്ടതാണ്. എങ്ങനെയെല്ലാം കുടിവെള്ളത്തെ ഏതെല്ലാം രീതിയിൽ ചെയ്തു കൊടുക്കാൻ കഴിയും, മൈക്രോ ആയിട്ടോ ഒക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള നല്ല ആലോചന അതൊക്കെ ഞങ്ങൾ ആലോചിച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ 5 വർഷം കാര്യമായ സമരമുഖങ്ങളില്ലാതെ ആണ് ഇടതുപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷം കടന്നുപോയത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആരോപണം ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾ ഇന്നലെ മുളിയാങ്കോട്ടയിലെ നിലവിലെ ഇടതുപക്ഷത്തു നിന്നും കൂറുമാറി സ്വന്തം താല്പര്യത്തിന് വിധേയപ്പെട്ടുകൊണ്ട് പോയൊരു കൗൺസിലർ ഞങ്ങൾക്കുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു എൻ്റെയൊക്കെ ഇടപെടലിൻ്റെ ഭാഗമായി മുനിസിപ്പാലിറ്റിയിൽ ചില സമരങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളത്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യങ്ങൾ? നവാവിഷൻ തന്നെ 2 കൗൺസിലർമാരെ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നൊരു പ്രശ്നമല്ലേ? അതൊരു പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. കാരണം വ്യക്തി താല്പര്യമല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് വേണ്ടത്. പാർട്ടിയോട് കമ്മിറ്റ്മെൻറ്റ് വേണം, പാർട്ടിയോട് കൂറ് വേണം. ആ പാർട്ടിയാണ് ഒരു വ്യക്തിയെ കൗൺസിലറാക്കി മാറ്റുന്നത്. ആ പാർട്ടിക്ക് കിട്ടേണ്ട അംഗീകാരങ്ങളെയാണ് ഒരു കൗൺസിലർ കിട്ടുന്നത്. ആ കൗൺസിലർ തിരിച്ചു തരുന്നത് എന്താണ്? ഈ പാർട്ടിക്കുള്ള ഒരു മുതൽക്കൂട്ട് കൂടിയാണ്. അതുതന്നെയാണ് ഈ 2 കൗൺസിലർമാരും ഇടതുപക്ഷത്ത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്ര ആവേശത്തോടു കൂടി ഇത്രയും ആളുകൾ നിങ്ങൾ പോയ ഏതെങ്കിലും മേഖലയിൽ ഇത്രയും ഒരു ജനസഞ്ചയം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും ഈ സമയം എത്രയാണ്? ഏകദേശം ഈ 12:30 മണിക്ക്. അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയാണ് ഈ പാർട്ടിയുടെയും ഈ കൗൺസിലർമാർ നൽകിയിട്ടുള്ള ക്രെഡിബിലിറ്റിയുടെ ഭാഗമാണ്. ഈ കോട്ടക്കൽ നഗരസഭയിലെ എത്ര പ്രശ്നങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നഗരസഭയിൽ യുവജന പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു? ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CHSEക്ക് തൊട്ടടുത്ത് നിന്നുകൊണ്ട് എല്ലാ ചെയ്യുന്ന സാധനങ്ങളെയും അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്യാതെ മണത്ത് ചീഞ്ഞു പൊളിഞ്ഞ സമയത്ത് തീ കൊടുത്ത സാഹചര്യം പോലും നാടിനകത്തുണ്ടായിരുന്നു. DYFI ഉൾപ്പെടെയുള്ള വിഭജന സംഘടനകൾ ഇവിടുത്തെ പാർട്ടി അടക്കം കൃത്യമായി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കഴിഞ്ഞ മുനിസിപ്പൽ ചെയർമാൻ ഒരു ചാനൽ ഡിബേറ്റിൽ പറഞ്ഞു ഞങ്ങൾ 60 കൊല്ലമായി ലീഗ് ഇവിടെ ഭരിക്കുകയാണ്. അതായത് ലീഗ് MP, ലീഗ് MLA, പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റിയായാലും ഒക്കെ ലീഗ്. എന്നിട്ടിപ്പോൾ ഞങ്ങളൊരു ചെറിയ MCF തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നിടത്തേക്കാണ് ഈ നഗരസഭയുടെ പോക്ക്. കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊട്ടപ്പുറത്തെ ചിൽഡ്രൻസ് പാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെ ഒന്ന് നമ്മൾ ആലോചിച്ചു പോകേണ്ട ഒരു സാഹചര്യം കോട്ടക്കലിനകത്ത് നിലനിൽക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വീണ്ടും പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ ഈ വാർഡിനകത്ത് നടത്തുന്നത്. ഈ വാർഡിനകത്ത് മാത്രമല്ല തിരിച്ച് കോട്ടക്കൽ നഗരസഭയ്ക്കകത്തും രാഷ്ട്രീയപരമായ പോരാട്ടങ്ങളിലാണ് ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നത്. രാഷ്ട്രീയപരമായി ഓരോ കാര്യങ്ങളെയും ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനോന്മുഖമായ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, തൊഴിൽ നൈപുണ്യമായ പദ്ധതികൾ, കുട്ടികൾക്കുള്ള പദ്ധതികൾ, യുവാക്കൾക്കുള്ള പദ്ധതികൾ, സമസ്ത മേഖലകളിലും ആരോഗ്യരംഗത്തെ ആ രേഖയിൽ മുഴുവൻ ഏതെല്ലാം രീതിയിൽ ഇടപെടാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന ഒരു വിശ്വാസം കൂടി ഈ തെരഞ്ഞെടുപ്പിനകത്ത് നിലനിർത്തുക തന്നെ ചെയ്യും. തീർച്ചയായും അതിനൊന്നും തർക്കമില്ല. അതിനാണ് ഈ ജനസഞ്ചയം ഇവിടെ നിങ്ങൾ കാണുന്നത്. ഈ ഉച്ചയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനിയും ഇതിനകത്ത് ഒരുപാട് ആളുകൾ ഭാഗവാക്കാനാവുന്നുണ്ട്. തീർച്ചയായും കഴിഞ്ഞ ഭൂരിപക്ഷത്തെക്കാൾ കഴിഞ്ഞ കൗൺസിലർമാർ നേടിത്തന്നിട്ടുള്ള അവരുടെ പ്രവർത്തനത്തിൻ്റെ ഊർജം പിൻപറ്റിക്കൊണ്ട് അതിനപ്പുറത്ത് ഈ CPM എന്ന് പറയുന്ന പാർട്ടി പ്രസ്ഥാനം നൽകിയിട്ടുള്ള കരുത്ത് ഈ പ്രദേശങ്ങൾക്കുണ്ട്. ആ കരുത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഈ ആമ്പാറയിൽ നിന്ന് ജയിച്ച് കയറുക തന്നെ ചെയ്യും. മുനിസിപ്പാലിറ്റിക്കകത്ത് ഇനി പ്രതിപക്ഷമാണെങ്കിൽ പോലും ആ പ്രതിപക്ഷത്തിൽ ഉറച്ച സ്വരത്തോടു കൂടി നിൽക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ പാർട്ടിയും കഴിയുമെന്നുള്ളതാണ് ഈ സമയത്ത് പറയുന്നത്. മദ്രസംപടിയിലെ LDF സ്ഥാനാർത്ഥി കൂടി നമ്മളുടെ കൂടെ ചേരുകയാണ്. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ? പ്രവർത്തനങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നു. പിന്നെ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് അധികമായി പറയുന്നത്. 5 വർഷം ആ വാർഡിലെ വികസനങ്ങളൊന്നും എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഓരോ വോട്ടർമാരും പറയുന്നത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് നടത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അവർ കരഞ്ഞ് പറയുകയാണ് പ്രാവശ്യം എങ്കിലും നിങ്ങൾ വെള്ളം ശരിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തും വിജയിക്കുകയാണെങ്കിൽ. ഞങ്ങൾ LDFൻ്റെ മുൻ കൗൺസിലർ ആയിരുന്ന സമയത്ത് നല്ല രീതിയിൽ വെള്ളം കൊടുത്തതാണ്. ജനങ്ങൾക്കും അറിയാം നല്ല രീതിയിൽ വെള്ളം കൊടുത്തതാണെന്ന്. അത് മുന്നിൽ കണ്ട് തന്നെയാണ് നമ്മൾ കുടിവെള്ളം
എന്താണ് നടത്തുമെന്ന് പറയുന്നത്. അപ്പോൾ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ എങ്ങനെയുണ്ട്? ഉറപ്പായിട്ടും വിജയിക്കും. ഉറപ്പായിട്ട് വിജയിക്കും. എങ്ങനെയുണ്ട് അവിടെ പ്രവർത്തനങ്ങളൊക്കെ? വളരെ സജീവമായിട്ട് തന്നെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ 3-ാം വട്ടം സ്കോഡുകൾ നടന്നു. സ്കോഡുകൾ നടന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നല്ല പ്രതീക്ഷ തന്നെയാണ്. അത് ജയിക്കുക തന്നെ ചെയ്യും. കാര്യമായിട്ട് നമ്മളവിടെ ആ പ്രദേശത്ത് പറഞ്ഞ പോലെ തന്നെ കുടിവെള്ള പ്രശ്നമാണ്. ഈ കുടിവെള്ള പ്രശ്നം ഈ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ കാലയളവിൽ വളരെ മോശമായ രീതിയിൽ തന്നെയാണ്. ജനങ്ങൾക്ക് കുടിവെള്ള ക്ഷാമ സമയത്ത് തന്നെ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളെ സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ LDF വിജയിച്ച സമയത്ത് കൊടുത്തിരുന്നത് പോലെ തന്നെ വളരെ നല്ല രീതിയിൽ കുടിവെള്ളം ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിയും. ഒരു കുടിവെള്ള പദ്ധതി തന്നെ പ്രദേശമടിക്കകത്തുണ്ട്, നിലനിന്ന് പോകുന്നുണ്ട്. അത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കും. പിന്നെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഓരോരോ ചെറിയ യൂണിറ്റായിട്ട് നമുക്ക് കുടിവെള്ളം പുതുതായിട്ട് നമ്മൾ സ്ഥാപിക്കുകയോ ചെയ്യുന്നത്. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന ഒരുപാട്. അതാണ് കാര്യമായിട്ട് അവിടെ പ്രചരണം നടക്കുന്നത് തന്നെ, കുടിവെള്ള പ്രശ്നം. മറ്റുള്ള റോഡുകളൊക്കെ വളരെ ക്ലിയറായിട്ട് തന്നെ മുൻഗാമികളും ഒക്കെ ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ചെറുതായിട്ട് അവിടെ ഓരോ വീട്ടിലേക്കുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. മെയിനായിട്ടുള്ള പ്രശ്നം ഇതാണ്, കുടിവെള്ളമാണ്. അത് കുടിവെള്ളം നമ്മൾ കൊടുക്കും. പിന്നെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ലൈഫ് ഭവൻ പദ്ധതി എന്ന പോലുള്ള പദ്ധതികളൊന്നും ഈ പ്രാവശ്യം വളരെയധികം എത്തിയിട്ടില്ല. അതൊക്കെ കാര്യക്ഷമതയായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ആ രീതിയിൽ തന്നെ പോകുന്നില്ല. വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെ? തീർച്ചയായിട്ടും വിജയിക്കും. നമുക്ക് നല്ല പ്രതീക്ഷ തന്നെയാണ്. എങ്ങനെയുണ്ട് വാർഡിലെ പ്രചരണമൊക്കെ? കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് മദ്രസമ്പടി മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. 2 തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നത്. ഒന്ന് മുനിസിപ്പാലിറ്റിക്കെതിരെയുള്ള മുനിസിപ്പാലിറ്റി നടത്തേണ്ട പ്രവർത്തനങ്ങൾ വേണ്ട രൂപത്തിൽ ഏറ്റെടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ജനങ്ങളുടെ പ്രതിഷേധം. മറ്റൊന്ന് വാർഡ് മെമ്പർ എന്ന രൂപത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം 4 റോഡുകൾ കോൺക്രീറ്റ് ചെയ്തത് ഒഴിച്ച് ബാക്കി യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ നിലവിലുള്ള മെമ്പർ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനം. സർക്കാരിൻ്റെ പദ്ധതികൾ അവിടെ എത്തിക്കാൻ, അത് പെൻഷൻ കിട്ടാത്ത ആളുകൾ, അതുമാതിരി വികലാംഗർക്ക് കിട്ടുന്ന മുച്ചക്രവാഹനം പോലും കിട്ടാതെ പിന്നെ ഉള്ള കുടുംബങ്ങൾ, ഇവരുടെയൊക്കെ വലിയ ശക്തമായ പ്രതിഷേധമാണ് അവിടെ വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാക്കുകയാണ്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിക്കെതിരെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് കോട്ടക്കൽ. ആ കോട്ടക്കൽ ആയുർവേദശാല പോലുള്ള സ്ഥാപനങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് വിദേശികൾ നിരന്തരം എത്തിച്ചേരുന്ന ഒരു പ്രദേശം. അവിടെ യാതൊരു തരത്തിൽ ആസൂത്രണം ഇല്ലായ്മ നിരന്തരമായി ഭരിച്ചുകൊണ്ടിരുന്ന ലീഗിന് യാതൊരു തരത്തിൽ ആസൂത്രണം ഇക്കാര്യത്തില്ല. നഗരവൽക്കരണത്തിനെ സംബന്ധിച്ച്, നഗരാസൂത്രണം സംബന്ധിച്ച്, നഗര സൗന്ദര്യവൽക്കരണത്തിനെ സംബന്ധിച്ച്, ആയുർവേദശാല പോലുള്ള സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ചെറുകിട യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനെ സംബന്ധിച്ച്, എന്തിന് ഒരു അറവുശാല ഇല്ലാത്തതിനെ സംബന്ധിച്ച്, ഗതാഗത സൗകര്യം ഇല്ലാത്തതിനെ സംബന്ധിച്ച്, കുടിവെള്ള പ്രശ്നം രൂക്ഷം എല്ലാ മേഖലയിലും നടക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവരുടെ ഈ ലീഗിൻ്റെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള തമ്മിലടിയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് കണ്ടുവരുന്നത്. ഒരു പ്രസിഡന്റ് മാറുന്ന, ചെയർമാൻ മാറുന്നു, മറ്റു ചെയർമാൻ മാറുന്നു. എന്തിന് ലീഗിൻ്റെ ബജറ്റ് പോലും പാസ്സാക്കാൻ കൂട്ടാക്കാതെ ഒരു വിഭാഗം മാറി നിന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ബജറ്റ് എന്താണ്, വികസനം എന്താണ്, ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നും അറിയാതെ തമ്മിൽ തല്ലുന്നൊരു കാഴ്ചയാണ് 5 വർഷം കണ്ടത്. നമ്മൾ മുനിസിപ്പാലിറ്റിക്കകത്ത് ആകെ നോക്കുന്ന സമയത്ത് ആകെ ഒരു മാറ്റം നമുക്ക് ദർശിക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ആളുകൾ ആകെ ആ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗതാഗത കുരുക്കളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ കോട്ടപ്പടി മേഖലയിലെ ഉള്ള ഗതാഗത കുരുക്ക് നോക്കൂ. അവിടെ ഒരു ഭീതി കൂട്ടാൻ വേണ്ടി ഇച്ഛാശക്തിയോട് പ്രവർത്തിക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. അതിന് ബദലായിട്ട് മറ്റൊരു ആരോഗ്യശാലയ്ക്ക് സമീപത്തുകൂടെ ബൈപ്പാസിലേക്ക് ഒരു പുതിയ എൻട്രി സ്ഥാപിച്ചുകൊണ്ട് ഈ ഗതാഗത കുരുക്ക് പരിഹാരം കാണാനുള്ള മാർഗ്ഗങ്ങൾ ധാരാളം. ഞങ്ങൾ നിർദ്ദേശങ്ങൾ പോലും മുഖവിലിക്കെടുക്കാത്ത രൂപത്തിലാണ്. അവർക്ക് ഇതിലൊന്നുമല്ല താല്പര്യം. എങ്ങനെ പണം സമ്പാദിക്കാം, അവനവൻ്റെ പോക്കറ്റ് പൂരിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലെ വികസന പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം നോക്കൂ. നമ്മളുടെ SC വിഭാഗത്തിന് വീടുണ്ടാക്കാനുള്ള നമ്മളുടെ NH സമീപത്തുള്ള ഒരു സ്ഥലം, അവിടെ അതിന് വർഷങ്ങളായിട്ട് നീക്കി വെച്ചിട്ട് പോലും അവിടെ ഒരു വീട് പോലും ഉണ്ടാക്കി കൊടുക്കാതെ അവിടെ പാർക്കും മറ്റൊരു അല്ലെങ്കിൽ നടുക്കൂടെ റോഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണ് കാഴ്ചപ്പാട്? ആരുടെ പക്ഷത്താണ് ഇവർ നിൽക്കുന്നത്? ഇവിടുത്തെ സാധാരണ ജനങ്ങളെ സേവിക്കാൻ ഒരു നഗരസഭയുടെ ലക്ഷ്യങ്ങൾ എന്താണ്? ആ രൂപത്തിൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ, അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അഡ്രസ്സ് ചെയ്യാൻ. ഒന്നിപ്പോൾ സ്ത്രീകളടക്കമുള്ള ആളുകളൊന്ന് ടൗണിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സ്വകാര്യമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന രൂപത്തിൽ എന്തെങ്കിലും, സ്ത്രീകൾക്കല്ല ആർക്കെങ്കിലും ഒരു പൊതു ശൗചാലയം നമുക്കവിടെ ടൗണിലുണ്ടോ? ഇവരെന്താണ് ചെയ്യുന്നത്? നമ്മളുടെ എത്ര വിദേശികളായിട്ടുള്ള ആളുകളടക്കം എത്തുന്ന ഈ കോട്ടക്കലിനെ മാതൃകാ നഗരസഭയാക്കി മാറ്റാനുള്ള രീതിയിലുള്ള പിന്നെ വരുമാന സമാഹരണം മാർഗം ഇവിടുന്ന് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിൽ കൃത്യമായി നികുതി പിരിക്കുന്നുണ്ടോ? ഈ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കി കൊടുക്കുന്നത്, അവർ രജിസ്ട്രേഷൻ സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഇവർ നടത്തുന്നുണ്ടോ? ആ രൂപത്തിൽ നഗരസഭയ്ക്കെതിരെ വലിയ വിമർശനം നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്നു. അതേപോലെ തന്നെ ഇവിടെ പിന്നെ നവവിഷനിലൂടെ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ വീട്ടിൽ കയറിയ സമയത്ത് പൊട്ടിക്കരഞ്ഞ സ്ത്രീകളുണ്ട്. വെള്ളം കിട്ടാഞ്ഞിട്ട്
അവിടെ ടാങ്കിൽ നിറഞ്ഞ് വെള്ളം കിട്ടുമ്പോൾ കൃത്യമായിട്ട് വിതരണം ചെയ്യാൻ പോലും കഴിയാത്ത രൂപത്തിൽ ഈ കഴിഞ്ഞ വർഷത്തെ ഇത് അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, വളരെ തുറന്നു പറയുകയാണ്. ഈ രൂപത്തിലാണ് അവിടുത്തെ 5 വർഷത്തെ ഭരണം പോയിട്ടുള്ളത്. എന്നാൽ കാണാൻ കഴിയും 4 റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സമ്മതിക്കുന്നു, അത് മോശമൊന്നുമല്ല. 4 റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് നിലവിലുള്ള കൗൺസിൽ. അത് മാത്രമാണോ വികസനം? അത് മാത്രമാണോ വികസനം? അവിടെ മറ്റ് എന്ത് പ്രവർത്തനമാണ് ഈ കൗൺസിലേക്ക് നടത്താൻ പറ്റിയിട്ടുള്ളത്? ഇപ്പോൾ നോക്കൂ, നമ്മുടെ സർക്കാർ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് PSC വഴി നിയമനം കിട്ടുന്നുണ്ട്. നമ്മളെ മദ്രസും പടിയിൽ നിന്ന് ഒരാൾക്ക് പോലും PSC വഴി നിയമനം കിട്ടാൻ കഴിയുന്നില്ല. എന്തെങ്കിലും ഒരു ഉത്തേജനം, ഒരു പ്രചോദനം, ഒരു ക്ലാസ്, അങ്ങനെ രൂപത്തിൽ മോട്ടിവേഷൻ ക്ലാസ്സിൽ സംഘടിപ്പിച്ച് ഇതിനൊക്കെ തയ്യാറാക്കില്ല അവരുടെ കടമയല്ലേ? കൃത്യമായിട്ട് കുടിവെള്ളം വിതരണം ചെയ്യേണ്ട ഒരു കടമയല്ലേ? അതേമാതിരി തന്നെ സ്ത്രീകളുടെ ഒരുപാട് കുടുംബശ്രീ യൂണിറ്റുകൾ, അവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതിനു മുന്നേ രാമദാസ് മാഷ് കൗൺസിലറായിരുന്ന സമയത്ത്, ലക്ഷ്മിക്കുട്ടിയെടുത്തി കൗൺസിലറായിരുന്ന സമയത്ത്, അതേമാതിരി സുഹറാബി കൗൺസിലറായിരുന്ന നടന്ന വികസന പ്രവർത്തനങ്ങളല്ലാതെ ഒരു ചുക്കും ഇതേവരെ നടത്താൻ UDFൻ്റെ കൗൺസിലർമാർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ പഞ്ചായത്തായിരുന്ന കാലത്ത് LDFൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ ഒരു ഉറച്ച സീറ്റായിരുന്നു. നഗരസഭ ആയതിനു ശേഷം മാറി മാറി വരുന്ന ഒരു സാഹചര്യമാണ്. അത് ഇത്തവണ LDFനെ പിന്തുണയ്ക്കുമെന്നാണ്. 100% പിന്തുണയ്ക്കും. കാരണം അവിടെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ അടിസ്ഥാന വികസനങ്ങളും, അവിടെ പ്രധാനപ്പെട്ട റോഡുകൾ കൊണ്ടുവന്നത്, അവിടുത്തെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നത്, അതേപോലെ തന്നെ അവിടെ അംഗനവാടി കെട്ടിടം, ഇതെങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തിയിട്ടുള്ളത് LDF അവിടെ വിജയിച്ചു വന്ന സമയങ്ങളാണ്. അതിനൊരു തുടർച്ചയായിട്ടാണ് ഇന്ന് സുഹറാബി എന്ന കുടുംബശ്രീ പ്രവർത്തനങ്ങളിലൂടെ അവിടെ മുഴുവൻ സുപരിചിതയായിട്ടുള്ള കുട്ടിയാണ്. ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുള്ള കുട്ടിയാണ്. സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ശേഷികൾ എങ്ങനെ മെച്ചപ്പെടുത്താം. അവിടെ ഒരു പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് നടക്കുന്നുണ്ട്, അവിടെ ടൈലറിംഗ് യൂണിറ്റ് നടക്കുന്നത്. ഇതൊക്കെ ഇവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അവരൊന്നും യാതൊരു സഹായം കൗൺസിലർമാരുടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്, കോട്ടയം മുനിസിപ്പാലിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവരുടെ തനത് പ്രവർത്തനത്തിലൂടെ അവർ ചെറുതായി സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ. ഞങ്ങളുടെ മെമ്പറെ സംബന്ധിച്ച് അവരൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ കരിയർ ഗൈഡൻസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മേഖല ഇടപെട്ടുള്ള ഒരു കുട്ടി കൂടിയാണ് ഈ റുബീന. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഒരു 10 പേർക്കെങ്കിലും ഒരു വർഷത്തിൽ അവിടെ +2 പാസ്സായിട്ടുള്ള, അല്ലെങ്കിൽ ഡിഗ്രി പാസ്സായിട്ടുള്ള, അല്ലെങ്കിൽ ടെക്നിക്കൽ ഡിഗ്രി പാസ്സായിട്ടുള്ള ഒരു PSCക്ക് അപേക്ഷിച്ച് കാത്തിരിക്കുന്ന ആളുകളെ അതിന് പ്രാപ്തരാക്കുന്ന രൂപത്തിലുള്ള കോച്ചിങ് ക്ലാസ്സുകൾ അവിടെ തുടങ്ങിയ ആ രൂപത്തിൽ അവരുടെ ആ മേഖലയിലെ പ്രശ്നങ്ങൾ, നീന്തൽ 6 7 കുട്ടികൾ ഈ നീന്തൽ ഇതിൽ മരണപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പ്രദേശത്ത്. നീന്തൽ അറിയാത്തതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുന്ന നീന്തൽ പരിശീലന കേന്ദ്രം നമുക്ക് ആരംഭിക്കാൻ പറ്റും. ഏറ്റവും അടിസ്ഥാനം പദ്ധതികൾ നടപ്പാക്കുന്നതിലുള്ള അഴിമതി തീർത്തും ഇല്ലാത്ത സുതാര്യമായ രൂപത്തിൽ ഓരോ പദ്ധതികളും നടപ്പാക്കും എന്ന് തന്നെയാണ് ഈ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒന്നാമത്തെ ഉറപ്പ്. അത് കിണർ റീചാർജിങ് ആയാലും ശരി, അവിടുത്തെ റോഡ് കോൺക്രീറ്റിംഗ് ആയാലും ശരി. റോഡിനെ സംബന്ധിച്ച് മറ്റൊന്ന് പറയാനുണ്ട്, റോഡുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു താല്പര്യമുള്ള വിഷയമാണ്. അപ്പോൾ അത് വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്യാൻ തന്നെ പ്രയാസമുള്ള വിഷയമാണ്. ഇന്ന് നവാബിഷയുടെ പ്രതിനിധികളൊന്ന് ആ വഴിക്ക് സഞ്ചരിച്ച് നോക്കും, ഒക്കെ ഇടുങ്ങിയ റോഡുകളാണ്. നടന്നു പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്നാൽ നമ്മൾ മതിൽമ കയറി മാറിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ പറ്റും. അങ്ങനത്തെ റോഡുകളാണ് അവിടെ. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ പ്രകടനത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഈ റോഡുകളൊക്കെ വീതി കൂട്ടി അവരുടെ സമ്മതത്തോടു കൂടി ഭൂമി ലഭ്യമാക്കി അവർക്ക് വീതി കൂട്ടി അവിടെ ഗതാഗതയോഗ്യമായ റോഡുകളാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഒന്ന്. മറ്റൊന്ന്, കഴിഞ്ഞ വർഷത്തെ സുഹറാബി ജയിച്ചപ്പോൾ പോലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഈ കുടിവെള്ള സാങ്കേതിക തടസ്സം, ഈ കയറ്റിറക്കങ്ങളുടെ ഭാഗമായിട്ട് ചില മേഖലയ്ക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിയില്ല. അവിടെ ചെറുകിട കുടിവെള്ള പദ്ധതി ആരംഭിച്ചുകൊണ്ട് ഇപ്പം ഇന്ന് ആശാരിക്കുളമ്പ് മേഖലയിൽ നിങ്ങൾ പോയാൽ അറിയാം, 10-14 വീടുകൾക്ക് വളരെ ശുദ്ധജലം ലഭ്യമാവുന്നതിൻ്റെ സുന്ദരമായ കാഴ്ച ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പോണ സമയത്ത് ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ ആ സുഹറാബ് ചെയ്ത പോലെ പദ്ധതി നിങ്ങൾ ആ മുതത്തുമുകളിലൊന്ന് നടപ്പാക്കുമോ, അവിടുത്തെ ഒരു വലിയ പ്രശ്നമാണ് പറയുന്നത് എന്നുള്ള രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നമുക്ക് വരികയാണ്. അത്തരം പ്രശ്നങ്ങളെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യും. അത് തീർച്ചയായിട്ടും നിറവേറ്റി കൊടുക്കും. തീർച്ചയായിട്ടും ജനങ്ങൾ ഞങ്ങളെ ആ രൂപത്തിൽ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ മനസ്സിൽ ഇതുവരെ ഞങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സുരക്ഷിതമായിട്ടും ഉണ്ടാവും എന്നുള്ള തർക്കമില്ല. അത്രയാണ്. പ്രവർത്തനമൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടേതായ രീതിയിൽ ഇപ്പോൾ 2-3 വട്ടമായിട്ട് അതിൻ്റെ പ്രവർത്തനമൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ശക്തമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനം. വിജയിക്കുന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. 100%. അങ്ങനെയുണ്ട് ജയിക്കുന്ന പ്രതീക്ഷ, സംശയമല്ല. എങ്ങനെയുണ്ട് ഈ പ്രദേശത്തെ പ്രവർത്തനങ്ങളെ, ആര് വിജയിക്കാനാണ് സാധ്യത? നടക്കുന്നുണ്ട്. ഞങ്ങൾ അമ്പാറ വാർഡിൽ 24 നമ്മുടെ ശോഭ ടീച്ചറെ വാർഡ്. ശോഭ ടീച്ചർ വൻ ഭൂരിപക്ഷത്തോട് വിജയിക്കും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണത്. ഇത്രയും കാലം അമ്പാറ CPM നിലനിർത്തിയിട്ടുള്ള വളക്കൂറുള്ള മണ്ണാണ്. അതിനൊരു മാറ്റം വരില്ല പ്രാവശ്യം എന്നുള്ളത് തന്നെയാണ്.
വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ 100%. ഞങ്ങൾ ഈ പ്രാവശ്യം അട്ടിമറിക്കാൻ പോവുകയാണ്. ഏത് വാർഡാ? 23 വാർഡ്. 23 ആ വാർഡ് മെമ്പർക്ക് പൈസ ഞാൻ കെട്ടിവെച്ചു 4000 രൂപ. ആ വാർഡ് മെമ്പർ ജയിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം എനിക്കുള്ളൂ. ഇനി അടുത്തന്നെ നമ്മളുണ്ടാവോ ഇല്ലെന്ന് അറിയില്ല, പക്ഷേ ഈ പ്രാവശ്യം ജയിപ്പിക്കും ഞങ്ങൾ. അതാണ് നമ്മൾ ഉറപ്പാണ്. എന്താ നിങ്ങൾ പറയുന്നത്? ഉറക്കുക കുറച്ച് തന്നെ. ആ ജയിപ്പിക്കും. ആ കാരണം പൈസ ഞാൻ കെട്ടിവെച്ചതാ ആ കുട്ടിക്ക്. അതെന്തുകൊണ്ടാണ് കെട്ടിവെക്കാനുള്ള കാരണം ആ കുട്ടിക്ക് കൊണ്ട് സാധിക്കില്ല. അതിനൊരു സ്ഥാനാർത്ഥി വേണം. അപ്പോൾ നമ്മൾക്ക് ഈ പാർട്ടിനോട് നല്ല ബന്ധമുള്ളവരല്ലേ പൈസ കെട്ടിവെക്കുള്ളൂ. ബന്ധമുള്ളവർക്ക് ഇല്ലാത്ത ആൾക്കാർ കുറച്ച് പിന്നാക്കം നിൽക്കും. അത് നമുക്ക് പാർട്ടിനോട് വലിയ ബന്ധമാണ്. ഞാൻ ആർമിയിൽ ഇരിക്കുന്ന സമയത്തും പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടും ദാഹിച്ച ആളാണ്. ഇന്നിപ്പോൾ ആർമി ഇല്ലല്ലോ. അന്ന് ഇന്ത്യൻ ആർമിയിൽ പിന്നെ 47 വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സർവീസ് ഇല്ല, പിരിച്ചുവിടുകയാണ്. EMS നമ്പൂരിപ്പാടിൻ്റെ കാലത്ത്. ആ സമയത്തും ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിട്ട് ചെയ്ത ആളാണ്. നമ്മൾ പിന്നാലെ കുറേ നോക്കി, പക്ഷേ ഒന്നും സാധിച്ചില്ല. ഇന്നും അതേമാതിരി വിജയിക്കും. ഞങ്ങൾ പുതിയ വാർഡ് മാത്രമല്ല, ഞങ്ങൾ കുറ്റിപ്പുറം ഈ വാർഡ് കംപ്ലീറ്റ് പിടിച്ച് മുനിസിപ്പാലിറ്റിയിൽ ചെയർമാനായിട്ട് ഇരിക്കും ഞങ്ങൾ. അതാണ് അതിൻ്റെ അന്തസ്സ്. എങ്ങനെയുണ്ട് ഇവിടെ ആരാ വിജയിക്കാൻ സാധ്യത? ഇവിടെ ഇപ്പോൾ ആരാ വിജയിക്കുക? LDF വിജയിക്കും. LDF ജയിക്കും. അതെന്താ കാരണം? അവരുടെ പ്രവർത്തനം തന്നെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഇവിടെ മാന്യമായിട്ട് പ്രവർത്തിക്കുന്നു. എല്ലാ വികസന വാർഡുകളിൽ എത്തുന്നുണ്ടോ? എന്ത് ആവശ്യത്തിന് വിളിച്ചാലും ഇവിടെ ഇവരുടെ പേരെന്താ? നമ്മുടെ ആദ്യമുണ്ടായിരുന്ന മെമ്പർ ഇവിടെ ദിനേശ് ചേട്ടൻ സൂപ്പറാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ LDFന്റെ കൂടെ തന്നെ നിൽക്കും. ഓ തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ? ഇവിടുത്തെ പ്രോഗ്രാം കുഴപ്പമൊന്നുമില്ല, നല്ല ഉഷാറാണ്. ഉഷാറല്ലേ? ആര് വിജയിക്കാനാണ് സാധ്യത? ആര് വിജയിക്കാച്ചാൽ വിജയിക്കാനുള്ള സാധ്യത ഉണ്ട്. എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ വോട്ട് ചെയ്യും. നമുക്ക് 2 വോട്ടേ ഉള്ളൂ, ഒന്ന് വാരിക്കും ഇരിക്കുള്ളൂ. അതേതായാലും ശോഭ ടീച്ചർക്കാണ്. ഇത് ഞങ്ങൾ 23. അപ്പോൾ ഏതായാലും ആ വോട്ട് ഏതായാലും LDF സ്ഥാനാർത്ഥിക്ക് തന്നെ. സ്ഥാനാർത്ഥികൾക്ക് ഷൈനെക്സ് നൽകുന്ന ഒരു ഇതാണ്. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവിധ ആശംസകളും. ആമപ്പാറ വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ളത്. എങ്ങനെയുണ്ട് പ്രചരണത്തിനിറങ്ങിയപ്പോൾ? നല്ല ഇതാണ്, റെസ്പോൺസാണ് കിട്ടുന്നത്. വളരെ ആദ്യമായിട്ട് ഇറങ്ങണതിൻ്റെ അതിൻ്റെതായൊരു ബുദ്ധിമുട്ടുണ്ട്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ആൾക്കാരൊക്കെ നല്ല സഹകരണമാണ്. ആദ്യമായിട്ടാണോ ഈ രാഷ്ട്രീയത്തിൽ? അതെ. അതിൻ്റെതായ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളും. പ്രകടനമൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നും ഇല്ല. മുമ്പ് ഇതുപോലുള്ള രാഷ്ട്രീയ ഇല്ല പോയിട്ടില്ല. ഇല്ല, അവിടെ ഞാനങ്ങനെ പൊതുവായിട്ട് അങ്ങനെ പോയിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇറങ്ങി നോക്കുമ്പോൾ നല്ല ഒരു ഫീൽഡാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ആൾക്കാരും തന്നെ നമുക്ക് നല്ല സഹകരണമാണ്. എല്ലാവരും ഒരുപോലെ, നമ്മളൊരു മോളെ പോലെ അല്ലെങ്കിൽ ഒരു പെങ്ങളെ പോലെയൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൻ്റേതൊരു ഇത് കിട്ടുന്നുണ്ട്. റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. എന്താണ് നാട്ടിലെ വോട്ടർമാരെ കണ്ടപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ്? വികസനമൊക്കെ എത്തിയിട്ടുണ്ടോ? വികസനത്തിനെ പറ്റിയിട്ട് ഇനിയും കുറേ മുന്നോട്ട് വികസനങ്ങൾ വേണമെന്നാണ് ആൾക്കാരൊക്കെ ഒരു അഭിപ്രായം. അത് ഞാനും മുൻഗണനയിൽ വെച്ചിട്ടുണ്ട്. കുറേ വികസനങ്ങൾ ഇനിയും വരാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. റോഡ് എന്താണ് ആവശ്യപ്പെടുന്ന വോട്ടർമാർ? കുറേ സ്ഥലങ്ങളിൽ റോഡുകളാണ് പ്രശ്നം. അപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് റോഡുകൾ. ഇപ്പം നടന്നു പോയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള റോഡുകളല്ല, കുറേ ഭാഗങ്ങളിൽ ഈ ആമ്പാറ ഭാഗത്തൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ ഇപ്പോൾ പുല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് ഒരു റോഡായിട്ടുണ്ടാവില്ല, അങ്ങനെ ഒരു വഴികളാണ് അവിടെ ഞാൻ കണ്ടുവന്നത്. അപ്പം അതൊരു വിഷയമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ആ ഭാഗത്ത് വെള്ളത്തിൻ്റെ ഒരു വിഷയം പറയുന്നുണ്ട്. ഇതൊക്കെയാണ് കാര്യമായിട്ട് ഞാനിപ്പോൾ ഈ പോയതിലൊക്കെ കണ്ടുവന്നത്. ഇനിയും എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ വികസനങ്ങളും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിജയിച്ചാൽ ഇനിയും ഒരുപാട് വികസനങ്ങൾ ഈ നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും എന്നെക്കൊണ്ട് ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് നൽകാണ്. എങ്ങനെയുണ്ട് പ്രചരണങ്ങളൊക്കെ? പ്രചരണം നമ്മൾക്ക് ഒരു അനുകൂല ഘടകമാണ്. എന്താ വെച്ചാൽ ഇത് കുറച്ച് കാലമായിട്ട് LDF ഭരിക്കുന്ന LDFൻ്റെ അടുത്തുള്ള സീറ്റാണ്. അപ്പോൾ എല്ലാവരും സഹായിക്കുക എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്.
അപ്പോൾ വികസനമൊക്കെ എത്തിയിട്ടുണ്ടോ വികസനം അത് വേണ്ട മാതിരി എത്തിയിട്ടില്ല. ഇനി വികസനം തന്നെയാണ്, നമ്മളൊരു കുറ്റപ്പെടുത്തി പറയല്ല, പക്ഷേ വികസനം വേണ്ട മാതിരി നടന്നിട്ടില്ല. ഇപ്പോൾ സ്ഥാനാർത്ഥിനോടും വികസന കാര്യങ്ങളാണ് പറയുന്നത് വോട്ടർമാർ. പിന്നെ നല്ലൊരു സമീപനമാണ് വോട്ടർമാരെടുത്ത് വിജയിക്കുന്ന പ്രതീക്ഷ. തീർച്ചയായിട്ടും ഞങ്ങളിങ്ങനെ അടുത്തുകൊണ്ട് നിൽക്കുകയാണ്. വേറെ എന്തെങ്കിലും വോട്ടർമാരോട് പറയാനുണ്ടോ? വോട്ടർമാരോട് തന്നെ നമ്മൾക്ക് പറയാനുള്ളത് ഇത് UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. UDFൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ നിൽക്കുകയാണ്. 100% UDF ആയിരിക്കും മുനിസിപ്പാലിറ്റി ഭരിക്കുക. അപ്പോൾ വികസന കാര്യങ്ങളിൽ ഈ സ്ഥാനാർത്ഥി ജയിച്ചു പോയാൽ, കൈപ്പത്തി ചിഹ്നത്തിൽ ഈ സ്ഥാനാർത്ഥി ജയിച്ചു പോയാൽ വികസന കാര്യങ്ങൾക്ക് നമ്മൾക്കൊരു മുൻതൂക്കങ്ങൾ എല്ലാ കാര്യങ്ങളിലും കിട്ടും. അപ്പോൾ വോട്ടർമാരോട് അത് മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യണം കൈപ്പത്തി ചിഹ്നത്തിൽ എന്നുള്ളതാണ്. ഇപ്പം വാർഡിലെല്ലാ വികസനങ്ങളും എത്തിയിട്ടുണ്ടോ? വാർഡിൽ ഈ വാർഡിനെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ ഈ വാർഡിൽ പുതുതായിട്ട്, അതായത് വാർഡ് വികസനം വന്നപ്പോഴേ പരിവർത്തനം വന്നപ്പോൾ ഞങ്ങൾ ആദ്യം 26-ലായിരുന്നു, പുഴിക്കുന്നിലായിരുന്നു. ഇപ്പോൾ 24-ലേക്ക് മാറി. ഇവിടെയും തന്നെ പൊതുവെ ഇപ്പോൾ നമുക്ക് അറിയുന്നതാണ്, ഇവിടെ കുറേ കാലമായിട്ട് ഇത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു പോകുന്നൊരു വാർഡാണ് 24 വാർഡ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും, കാരണം ഇവിടുത്തെ ഭരണം മിക്കവാറും പിന്നെ ലീഗ് അടങ്ങുന്ന ഐക്യമുന്നണിയുടെ ഭരണമാണ് ഉണ്ടാവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു വരുമ്പോൾ അവിടെ ഒരു മുരടിപ്പ് സാധാരണയായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുക. പക്ഷേ ഇനിയെങ്കിലും ജനങ്ങൾക്കൊന്ന് ബോധം വന്നിട്ട് ഏത് പിന്നെ പാർട്ടിയാണ് ഭരിക്കുന്നത് അവരുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചാലേ ഞങ്ങളുടെ ഈ വാർഡിന് മെച്ചം കിട്ടുള്ളൂ എന്നുള്ളൊരു ധാരണ ആളുകൾക്ക് വേണം. അപ്പോൾ ഐക്യമുന്നണിയുടെ സ്ഥാനാർത്ഥിനെ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വിജയിക്കുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണോ? മിക്കവാറും വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ കഴിഞ്ഞിടത്തോളം ഇതിൻ്റെ ഇതൊക്കെ വിലയിരുത്തുമ്പോൾ കാണുന്നത്. വിജയസാധ്യത ഉണ്ട് എന്നാണ് കാണുന്നത്. നല്ല ഉഷാറാണ്. പിന്നെ ഈ വാർഡിനെ സംബന്ധിച്ച് ഒരുപാട് വികസനങ്ങൾ ഈ വാർഡിൽ ഇനിയും കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ വാർഡായിരുന്നു, ഞങ്ങൾ ഇപ്പോൾ വാർഡ് മാറി. ആദ്യം 27 ഇപ്പോൾ 24. അവരുടെ ഒരുപാട് വികസനങ്ങൾ ഇനി ഈ വാർഡിൽ കൊണ്ടുവരാനുണ്ട്. ജനങ്ങളുടെ ഇറങ്ങി നടക്കുമ്പോഴും പല കാര്യങ്ങളും ജനങ്ങൾ പറയുന്നുണ്ട്. റോഡ്, കുടിവെള്ള പദ്ധതി, ഇങ്ങനെയുള്ള പദ്ധതികളൊന്നും നടന്നിട്ടില്ല. കുറേ ആളുകളുടെ അടുത്ത് നിന്ന് പൈപ്പ് ഇട്ട് കാശ് വാങ്ങിയ കൗൺസിലർമാരൊക്കെ ഇവിടെ ഉണ്ട്. ഇതുവരെ കാശുമില്ല, പൈപ്പുമില്ല, വെള്ളവുമില്ല. ഞാനൊക്കെ അതിൽ ഉൾപ്പെട്ട ആളാണ്. 3500 രൂപ കൊടുത്ത് പൈപ്പ് വാങ്ങിയിട്ട് പൈപ്പ് ഇട്ടിട്ട് ഇപ്പോൾ പൈപ്പുമില്ല, വെള്ളവുമില്ല, കാശും പോയി, വെള്ളവുമില്ല. അപ്പം നമ്മളെ സ്വന്തം ആവശ്യത്തിന് നമ്മൾ കുഴൽ അടിച്ച് വീട്ടിൽ വെള്ളം എടുക്കുന്ന സ്ഥിതിയിലാണ്. അതാണ് ഈ വാർഡിൻ്റെ സ്ഥിതി. ഇവിടുത്തെ മുൻ കൗൺസിലർ ചെയ്തതാണത്. ആക്ഷേപിച്ച് പറയല്ല, 3500 രൂപ എൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. പിന്നെ പൈപ്പ് ഇട്ട് തന്നു. പൈപ്പിൽ ടാപ്പ് തുറക്കുമ്പോൾ ഹെയർ മാത്രമേ ഉള്ളൂ, വെള്ളമില്ല. അങ്ങനെ ഇപ്പോൾ പൈപ്പും പോയി, വെള്ളവുമില്ല, ഒന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത്തവണ ഒരു മാറ്റം ഉണ്ടാവും, മാറ്റം വേണം, മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. വിജയിക്കുന്നുള്ള പ്രതീക്ഷ 100%. സ്ഥാനാർത്ഥിക്ക് ഷൈനെക്സ് നൽകുന്ന ഒരു സ്നേഹോപഹാരം. എല്ലാവിധ ആശംസകളും. ശീനമ്പത്തൂർ വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് നമ്മളുടെ കൂടെ ഉള്ളത്. ചോദിച്ചറിയാം, എങ്ങനെയുണ്ട് പ്രചരണ പ്രവർത്തനമൊക്കെ? നമസ്കാരം. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു മാറ്റം വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതിനായിട്ട് അവരെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ആ മാറ്റത്തിൽ ഞാൻ നല്ല ആത്മവിശ്വാസത്തോടു കൂടി വിജയിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. എന്താണ് ഇപ്പോൾ നാട്ടിൽ വോട്ടർമാർ പറയുന്ന ആവശ്യങ്ങൾ എന്തെങ്കിലും ഉന്നയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അവർക്ക് ആദ്യമായിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് കുടിവെള്ളം. ഒരു 15 വർഷത്തോളമായിട്ട് അവർ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. പ്രധാനമായിട്ടും അംഗനവാടികൾ, 2 അംഗനവാടികൾ കുഴൽ അടിച്ചിട്ട് നമ്മൾ മോട്ടർ വയ്ക്കാതെ അടുത്ത വീട്ടിൽ നിന്നും ഒരുപാട് കാലമായിട്ട് വെള്ളം ആശ്രയിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. പിന്നീട് ഒരു ഭാഗത്ത് കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ കുടിവെള്ളം നമ്മൾ കിണറിൽ നിന്നും കോരി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. അതിനെല്ലാം മാറ്റം വരുത്തണമെന്ന് അവർക്ക് നല്ല ആഗ്രഹമുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഒരു ടാപ്പ് വെച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സജ്ജീകരണം, വീട്ടിൽ നിന്നും വെള്ളം എടുക്കാൻ പറ്റിയൊരു സജ്ജീകരണം ഉണ്ടാക്കി തരണമെന്ന് അവർ നമ്മളോട് പറയുന്നുണ്ട്.
പിന്നെ രണ്ടാമത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും വീട്ടിൽ നിന്നും പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾക്ക് ഒരു സ്വയം തൊഴിൽ, അവർക്ക് അവരുടേതായ ഒരു ചിലവിന് ഒരു വരുമാനം എന്നുള്ള മാർഗത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ അവർക്ക് നല്ല താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വിജയിക്കുകയാണെങ്കിൽ എന്തായാലും ആ ഒരു പരിപാടി നമ്മളിവിടെ, ആ ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിക്കുമെന്ന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുടിവെള്ളം, അതും ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൂന്നാമതായിട്ടുള്ളത് റോഡിൻ്റെ ബുദ്ധിമുട്ടാണ്. ഗതാഗതം വളരെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് വീടുകൾ ഞങ്ങൾ കണ്ടു. ഒരുപാട് രോഗികൾ, അതായത് ക്യാൻസർ ബാധിച്ച ആളുകൾ, മുട്ടിൻ്റെ സർജറി കഴിഞ്ഞ ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യാൻ വീട്ടിലേക്ക് വണ്ടി വരാത്തൊരു സാഹചര്യം, ഒരു ബൈക്ക് പോലും വരാൻ പറ്റാതെ അവർ ഈ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നടന്നു വരുന്നൊരു അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനെല്ലാം മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രാവശ്യം അവർ ആ മാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് നന്നായിട്ട് മനസ്സിലായി. അതിനവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഒരു ഉറപ്പ് തന്നെ ഞാൻ 99% വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കൗൺസിലർ ആയാൽ മതി. അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. ഞാനിവിടെ വരണം എന്നുള്ളത് അവർക്ക് അത്രയ്ക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. മുൻ മെമ്പറും കൂടിയാണ്. എങ്ങനെയുണ്ട്? നന്നായി പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട്. ഈ കുട്ടി ജയിച്ചാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരങ്ങൾ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് അംഗനവാടികളിൽ കുഴലടിച്ചിട്ടുണ്ട്, 5 കൊല്ലമായി അതിങ്ങനെ നീക്കി വെച്ചിട്ട് അതിൽ മോട്ടറോ കണക്ഷനോ ഒന്നും ചെയ്യാതെ ഇട്ടിക്കുക. ALMC ഒരു അംഗം കൂടിയാണ് ഞാൻ. അവർ പറയുന്നത് അടുത്തടുത്ത് വരും എന്നാണ് പറയുന്നത്. അടുത്ത ഇതിന് നീണ്ടു പോവുക. 5 കൊല്ലമായിട്ട് നടന്നിട്ടില്ല. അതിൻ്റെ മുന്നേ ഉള്ള കൗൺസിലറും അത് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾ പറയുന്നത് 10 വർഷമായിട്ട് അംഗനവാടി അവർക്ക് തന്നെ നോക്കിയാൽ കാണും. അവസാനത്തെ കൗൺസിലും കൂടി അവർ പറഞ്ഞെന്താ ALMC കൂടിയപ്പോൾ അടുത്തതിൽ എന്തായാലും ഞങ്ങൾ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ബഡ്ജറ്റ് അവർക്ക് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതാണ്. അപ്പോൾ അംഗനവാടികളിൽ കുടിവെള്ളം മസ്റ്റാണ്. ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെച്ചാലും അത് ചെയ്യാതെ എന്താ ചെയ്യുക? അടുത്ത വീട്ടിലത്തെ കിണറ്റിൽ നിന്നാണ് അവർ കുടിവെള്ളം എടുക്കുന്നത്. അപ്പോൾ മറ്റ് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? മറ്റേത് റോഡിൻ്റെ കാര്യങ്ങൾ എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ കുട്ടി പോയപ്പോൾ തന്നെ അറിയുന്നുണ്ട്, പണ്ടേ ഉണ്ട് റോഡിൻ്റെ കാര്യങ്ങൾ, ചെറിയ ഇടവഴികളും അതൊന്ന് വീതി കൂട്ടുക. ഒരു നല്ലൊരു മാറ്റം നമ്മൾക്ക് ആവശ്യമാണ്. മാറ്റം വേണം. വിജയിക്കുന്ന പ്രതീക്ഷ തന്നെയാണ്. വിജയിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഇതുണ്ട് സ്ഥിതി വാർഡിലെ വളരെ 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 മുന്നോട്ടാണ് LDF നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർഡിനെ സംബന്ധിച്ചിട്ട് ഈ വാർഡിലൊരു മാറ്റം ഇവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നതാണ്. 10 വർഷത്തോളമായി ഈ നമ്മളെ സ്ഥാനാർത്ഥി പറഞ്ഞു, അത് ഓരോ ഭാഗങ്ങളിലും ചെല്ലുമ്പോൾ അവിടെയുള്ള അവരുടെ ആ വിഷമം ഒന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് ഇപ്രാവശ്യം നിങ്ങളോടൊപ്പമാണെന്നും നിങ്ങൾ വിജയിക്കും എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ LDF ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ. ഈ വാർഡിനൊരു മാറ്റമാണ്, ഈ വാർഡിനൊരു വികസനമാണ്. സർവോപരി നമ്മുടെ 10 വർഷത്തോളമായി ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള പല പദ്ധതികളും ഈ നാട്ടിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയിൽ ഒരു നിസ്സംഗത, ആ നിസ്സംഗത വാർഡിനെ അലട്ടുന്നു. അതിന് മുൻകൈയെടുക്കാൻ ഇനി മാറ്റം വേണം. മാറ്റത്തിലൂടെ മാത്രമേ നമ്മുടെ വാർഡ് നന്നാവൂ എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാനാർത്ഥി നമ്മുടെ ഇടതുപക്ഷം നിയോഗിച്ചിട്ടുള്ള ഹഫീഫ മുന്നേറി എന്ന് തന്നെയാണ് ഞങ്ങളെ നാട്ടുകാർക്ക് എല്ലാവർക്കും പറയാനുള്ളത്. എന്താ പറയാനുള്ളത്? പിന്നെ സ്ഥാനാർത്ഥിയുടെ ഒപ്പം ഒരു പ്രാവശ്യം നടന്നു, ഒരു ഫീൽഡിൽ പോയി. ആ ദിവസം പോയ അന്ന് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വഴിയാണ്. ഇപ്പോൾ വയ്യാത്ത രോഗികൾ, ക്യാൻസർ പേഷ്യൻറ്റ്, അസുഖമുള്ളവർ, മറ്റവരൊക്കെ വഴിയായിട്ട് ഒരു സ്കൂട്ടർ പോകാനും കൂടിയും വഴിയില്ല. അങ്ങനത്തെ കുറേ കുടുംബങ്ങളുണ്ട്. എത്രയോ കാലങ്ങളായിട്ട് UDF ഭരിച്ചിരിക്കുന്ന വാർഡാണത്. എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി ഹഫീഫ അതിനെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം നല്ല ആത്മവിശ്വാസമാണ്, ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യമാണെന്നാണ് എനിക്ക് തോന്നിയത്. എന്താണ് പറയാനുള്ളത്? എന്താ പറയുക, ഞാൻ LDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ കൂടെ ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് കുറച്ച് വീടുകളൊക്കെ സന്ദർശിച്ചു. ആ സമയത്ത് എനിക്ക് അവർ എന്തായാലും നമ്മളെ ഈ വാർഡിൽ ജയിച്ചു വരണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. എന്തായാലും ഈ പ്രാവശ്യം അവർ ജയിക്കുന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ്. നല്ല
ഒരു ഭരണം അവർ ഇവിടെ LDFൻ്റെ കാഴ്ചവെക്കുന്ന തോന്നുന്നത് എൻ്റെ വിശ്വാസത്തോടുകൂടെ നിർത്തും. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഇതിൽ നടക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരോടും ഡയറക്റ്റായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. എങ്ങനെയുണ്ട് ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ? എന്താ വികസനമൊക്കെ എത്തിയിട്ടുണ്ടോ വാർഡിൽ? വികസനം ഉള്ളേരിയേക്കൊന്നും അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. നമ്മൾ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പോയിട്ട് ഉള്ളേരിയേക്ക് പഴയ പോലെ തന്നെയാണ്. ഇപ്പോഴും റോഡും കാര്യങ്ങളും ഇല്ലാത്ത കുറേ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്, വെള്ളം എത്താത്ത കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. നമ്മൾ ജയിക്കണം, അതിനെയാണ് നമ്മുടെ ആവശ്യം. 15 വർഷമായിട്ട് ഒരു പാർട്ടി മാത്രം ജയിച്ചു പോയ ഒരു വാർഡാണിത്. വികസനം വളരെ കുറവാണ്. ഉള്ളേരിയിലൊക്കെ റോഡും വെള്ളവും ഒന്നും എത്തിയിട്ടില്ല. ഈ പുറം ഭാഗത്ത് മാത്രമേ ഒരു മോടി പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സ്കോഡൊക്കെ നടക്കുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും നല്ലൊരു എനർജി ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഒരു മാറ്റം അനിവാര്യമാണെന്ന് ജനങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് സംഭവിക്കും. ഞാൻ ഇതുവരെയായിട്ട് അഫീഫാൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ വീടും പരിസര ഭാഗങ്ങളൊക്കെ കാണാനും പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഒരു പ്രതീക്ഷയുണ്ട്, മാറ്റങ്ങൾ വരുമെന്നാണ് വിചാരിക്കുന്നത്. എന്താണ് അവിടെ വോട്ടർമാരൊക്കെ പറയുന്നത്? എന്താ വോട്ട് ചോദിച്ചു നിങ്ങൾ പ്രചരണത്തിന് ഇറങ്ങിയല്ലേ, വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ? ഇപ്രാവശ്യം ഒരു മാറ്റം വേണം, ഞങ്ങൾ കൂടെ ഉണ്ടാവും, സപ്പോർട്ട് ഉണ്ടാവും എന്നാണ് അവരും പറഞ്ഞു തരുന്നത്. ഒരുപാട് വികസനങ്ങൾ ഇവിടെ ഏരിയയിൽ എത്താനുണ്ട്. അപ്പോൾ അതിനൊരു ആത്മവിശ്വാസമുണ്ട്, റെഡി ആവുന്നുണ്ട്. എങ്ങനെയുണ്ട് വോട്ടർമാരെ പോയി കാണുമ്പോൾ അവരുടെ അടുത്തുള്ള പ്രതികരണമൊക്കെ? ഇവിടെ ഒരു മാറ്റം വേണം തന്നെയാണ് എല്ലാ വോട്ടർമാരും പറയുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കൂടെ പോയി അവരുടെ ഒരാളായി ഇരിക്കുമ്പോഴാണ് അവരുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ, അവരുടെ ഓരോ പ്രശ്നങ്ങൾ അവർ മനസ്സൊരുക്കി നമ്മോട് പറയുന്നത്. ഇവിടെ ഒരു മാറ്റം വേണം, അനിവാര്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും പ്രതികരണവും. നമ്മുടെ കാവതികളും ചീനമുത്തൂരും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റോഡ് 15 വർഷമായിട്ട് അത് പൂർത്തീകരിക്കാൻ ലീഗിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് തന്നെ ഏറ്റവും വലിയ പരാജയമാണ്. ആ റോഡ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇവിടെ കാവതികളും ചീനമുത്തൂരും തമ്മിൽ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു നാടായി മാറും. അതെന്തായാലും ഈ പ്രാവശ്യം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം പൂർത്തീകരിക്കുക ആ റോഡ് തന്നെ ആവും. അതുപോലെ തന്നെയാണ് ചില വീടുകളിൽ ഞങ്ങൾ പോയപ്പോൾ ഒരു വാഹനം പോകാൻ പോലുള്ള സൗകര്യമില്ലാത്ത ഏരിയകൾ. എന്താണ് ഇവിടെ പുറംഭാഗം മാത്രം മോഡിഫിക്കേഷൻ ചെയ്ത് ഉൾഭാഗം ഫുള്ള് ഒരു വാഹനത്തിനോ ഒരു ബൈക്കിനോ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ വോട്ടർമാരുടെയൊക്കെ മനസ്സിനുള്ളിലുള്ള വിഷമങ്ങൾ നമ്മോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മളത് മാറ്റിക്കൊടുക്കും എന്നാണ് നമ്മുടെ ശുഭപ്രതീക്ഷ. പ്രത്യേകിച്ച് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇവിടെ ഒരു സമരമുഖത്ത് കൂടി കോടതി കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട്. ഇവിടെ ഒരു പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ, അതിൻ്റെ കാര്യം എന്താണ്? നിലവിൽ വികസനത്തിന് ഒരിക്കലും ഞങ്ങൾ എതിരല്ല. വികസനം വേണം, നമ്മുടെ നാടിന് വികസനം വേണം. പക്ഷേ അതെന്താണ് ലീഗലായിട്ടും തന്നെ മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ അഭിപ്രായം. അതിൽ ഫസ്റ്റ് ചെയ്യാനുള്ളത് ആ പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്തുള്ള 30 മീറ്റർ പരിസരത്തുള്ള ആളുകളുടെ സമ്മതപത്രം വേണമെന്നുള്ളത്. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അത് 12 വീട്ടുകാരുണ്ട് തൊട്ടടുത്തുള്ള, ഇവരുടെ ആരുടെയും സമ്മതം ഇല്ലാതെ നമ്മുടെ മുൻ കൗൺസിലർ സ്വന്തം ഇഷ്ടപ്രകാരം അതൊരു പണ്ടെന്തോ ആനവളവ് അങ്ങനെ എന്തോ ആയിരുന്നല്ലോ ആ പ്രദേശത്തല്ലേ? അതെ. ആ ആനവളവ് നേരിയ വളവാക്കി മാറ്റി തീർത്ത് നിരന്തരം അവിടെ ആക്സിഡൻറ്റ് നടക്കുന്ന ഒരു ഏരിയയാണ്. എന്നിട്ടും അതിനെ നേരിയ വളവാക്കി മാറ്റി തീർത്ത്. അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലർ ലെറ്റർ പേഡിൽ എന്ത് ചെയ്തു? ആർക്കും പരാതിയില്ല, ഇവിടെ പമ്പ് കൊണ്ടുവരാം എന്നുള്ളത് ആരോടും ചോദിക്കാതെ. വാർഡിൻ്റെ വികസനം കണ്ടൂടെ? വികസനത്തിന് ഞങ്ങൾ ഒരിക്കലും എതിരല്ല. പക്ഷേ ആ നാട്ടിലെ വോട്ടർമാരുണ്ടല്ലോ, ഇവരെ ജയിപ്പിച്ച് വിട്ട വോട്ടർമാരല്ലേ, അവരുടെ സങ്കടം ഈ കൗൺസിലർ കാണണ്ടേ? അവരോട് പറയണം ഇവിടെ പമ്പ് വരുന്നുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, കാര്യങ്ങൾ ഇതൊന്നും ചോദിക്കാതെ, ഒരാളുടെ അഭിപ്രായം പറയാതെ സ്വന്തം താല്പര്യത്താൽ എന്തെങ്കിലും ഇതിൻ്റെ പാരിതോഷികമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല. പക്ഷേ അവരുടെ സ്വന്തം ലെറ്റർ പേഡിൽ ആർക്കും പരാതി ഇല്ലാതെ എഴുതി കൊടുത്തിൻ്റെ അഭിപ്രായത്തിലാണ് ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ വിവരാവകാശം കൊടുത്തപ്പോൾ അതിൽ കിട്ടിയ റിപ്പോർട്ടിൽ ഈ കൗൺസിലർ ഈ ലെറ്റർ കൊടുത്തിട്ടുണ്ട്, ആർക്കും പരാതി ഇല്ല എന്ന് പറഞ്ഞിട്ട് പമ്പ് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ പമ്പിൻ്റെ എതിരെ ഞങ്ങൾ പോയപ്പോൾ ഈ പമ്പ് തുടങ്ങണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ വാട്ടർ ലെവൽ ചെക്ക് ചെയ്യണമെന്നാണ്. അതുവരെ ചെയ്തിട്ടില്ല. പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെർമിഷന് 6 മാസമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ 2 മാസം മുമ്പാണ് അവരെടുത്തത്. സാധാരണക്കാരൻ ഒരു വീടുണ്ടാക്കുമ്പോൾ ഒരു പെർമിഷൻ ഇല്ലാതെ ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ എന്താണ് അവസ്ഥ? മുനിസിപ്പാലിറ്റി കയറി ഇറങ്ങിയാലും നമ്പർ കൊടുക്കില്ല, വീടിന് നമ്പർ കൊടുക്കില്ല. പക്ഷേ ക്യാഷ് ഉള്ളവർക്ക് ഇവിടെ എന്തോ ആവാം. അതാണ് നമ്മൾ മുനിസിപ്പാലിറ്റീൻ്റെ അവസ്ഥ നിലവിൽ. ഇപ്പോഴത്തെ സാഹചര്യം എന്താ? ഇപ്പോഴത്തെ സാഹചര്യം നിലവിൽ ഇന്നലെ താൽക്കാലിക സ്റ്റേ വന്നിട്ടുണ്ട്.
അത് ഈ വാട്ടർ ലെവൽ ചെക്ക് ചെയ്യാത്തതുകൊണ്ടും പിന്നെ ഈ അവിടെ ഡീസൽ നിറച്ചിട്ടുണ്ട്. യാതൊരുവിധ സുരക്ഷയോ കാര്യങ്ങളോ ഇല്ലാതാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഡീസൽ നിറച്ചിട്ടുള്ളത്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ കൗൺസിലർ ഈ ജനങ്ങളെ സുരക്ഷയല്ല നോക്കുന്നത്, മുതലാളിമാരെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ഈ ടാങ്ക് കോൺക്രീറ്റ് വാൾ ചെയ്തിട്ട് വേണം, വാട്ടർ പ്രൂഫ് ചെയ്തിട്ടാണോ ടാങ്ക് ഇറക്കാൻ. അവിടെ നിലവിൽ ചെയ്തിരിക്കുന്നത് ഇഷ്ടികൊണ്ട് പടുത്തിട്ട് അതിക്ക് ടാങ്ക് ഇറക്കുക ചെയ്തിട്ടുള്ളത്. അഥവാ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ഇത് ഈ ടാങ്കിൻ്റെ ഉള്ളിൽ തന്നെ നിലനിൽക്കും. ഇപ്പോൾ നിലവിൽ സാഹചര്യത്തിനനുസരിച്ച് ആ ഭൂമിയിൽ മൊത്തം എന്ത് ചെയ്യും, ഈ പെട്രോൾ ലീക്കാവും. അഥവാ ലീക്ക് ബാധിച്ച് വന്നു കഴിഞ്ഞാൽ അതിനാണ് ഇപ്പോൾ പുതിയ നിയമപ്രകാരം അതീവ സുരക്ഷ ഉറപ്പാക്കുമെന്നാണ് കളക്ടർ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത്. അവരുടെ ലാഭത്തിന് വേണ്ടി താൽക്കാലിക ഇഷ്ടിക കൊണ്ട് പടുത്തിട്ട് അയക്കാണ് ടാങ്ക് ഇറക്കിയിട്ടുള്ളത്. നിലവിൽ അതിൻ്റെ എതിരെ ഞങ്ങൾ കേസിന് പോയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ താൽക്കാലിക സ്റ്റേ ഇന്നലെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ ഒരിക്കലും അവരോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഞങ്ങൾ ആ ടാങ്ക് മാറ്റി സ്ഥാപിച്ചിട്ട് നിങ്ങൾ വീണ്ടും പണി തുടങ്ങാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെ വേണം. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചതിന് ശേഷം മുന്നോട്ട് പോകാനാണ്. അതന്നെയാണ് ഞങ്ങൾ തീരുമാനം. എങ്ങനെയുണ്ട് ഇപ്പോൾ വിജയം? എങ്ങനെയുണ്ട്? പ്രതീക്ഷ തന്നെയാണോ? 100% പ്രതീക്ഷയിലാണ്. കാരണം ജനങ്ങളെല്ലാവരും നമ്മൾ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഇത് മാറണം, ഇവിടെ മാറണം. മാറിക്കഴിഞ്ഞാൽ ഇവിടെ കുടിവെള്ളം, ഒരു നാടിന് വേണ്ടത് ഏറ്റവും വലിയ വാഹന ഗതാഗതവും കുടിവെള്ളമാണ്. ഒരു മനുഷ്യർക്ക് ആവശ്യമുള്ള ഏറ്റവും വലിയ പ്രധാന ഘടകം. ഈ രണ്ടിലും കുടിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ബോധിപ്പിക്കാൻ വേണ്ടി 2 ടാങ്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ആ ടാങ്കിലൊരു ടാപ്പുണ്ട്, പക്ഷെ അതിൽ വെള്ളമില്ല. നമ്മൾ ഒരു വീട്ടിലേക്ക് വെള്ളം കുടിക്കാൻ എത്തുന്നൊരു സാഹചര്യമില്ല. എല്ലാ വീട്ടിലും ടാപ്പ് എത്തണം. എല്ലാ വീട്ടിലും ഇരുന്നിട്ട് അവർ ടാപ്പ് തിരിച്ചിട്ട് വേണം വെള്ളം എടുക്കാൻ. അതാണ് നമ്മുടെ പദ്ധതി. നമ്മൾ നടപ്പിലാക്കുകയും ചെയ്യും. ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നടപ്പിലാക്കുന്ന കാര്യം ഓരോ വീട്ടിലേക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള പദ്ധതിയാണ്. 100% ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അഫീഫ ജയിക്കും, അതിലൊരു സംശയം വേണ്ട. ജയിച്ചു എന്ന് തന്നെ പറയാം. ഓരോ വീട് കയറിയിരിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ജനങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് മാറ്റം വേണമെന്നുള്ളത്. അത് തീർച്ചയായിട്ടും നടക്കും. അത് നമുക്ക് 13-ാം തീയതി കാണാം. സ്ഥാനാർത്ഥികൾക്ക് ഷൈനക്സ് നൽകുന്ന ഒരു സ്നേഹോപഹാരം. എല്ലാ ആശംസകളും നേരുന്നു. കോട്ടക്കൽ നഗരസഭയിലെ മദ്രസുംപടി വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ് നമ്മളുടെ കൂടെയുള്ളത്. കൂടെ അണികളുമുണ്ട്. ചോദിക്കാം, എങ്ങനെയുണ്ട്? വാർഡുകളിൽ പോകുമ്പോൾ വികസനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടെന്നാണോ പറയുന്നത്? അതെ, വികസനങ്ങളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ കൗൺസിലറായാലും എല്ലാ വികസനങ്ങളും അദ്ദേഹത്തിന് ഇവിടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ ആളുകൾ? ആവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വികസനങ്ങളും നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട്. അർഹതപ്പെട്ടവർക്ക് എല്ലാ ആനുകൂല്യങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ നാട്ടിലില്ല. ഇനി എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ ആളുകൾ? അങ്ങനെ ആവശ്യങ്ങളായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള ഇപ്പോൾ 1-2 വീടുകളിൽ നിന്ന് കുടിവെള്ളത്തിൻ്റെതായിട്ടുള്ളത് പറയുന്നുണ്ട്. അത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് വിജയിച്ച് വരികയാണെങ്കിൽ ഈ വാർഡിലെ വ്യക്തിയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടി ജനോപകാരമായിട്ട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അവരുടെ എല്ലാ ആവശ്യങ്ങളെല്ലാം തന്നെ നേടിക്കൊടുക്കുക എന്നാണ് എൻ്റെ ഒരു. അപ്പോൾ വിജയിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നത്? അതെ, വിജയിക്കുമെന്ന് തന്നെയാണ് 100% കുറച്ച് വിശ്വാസം. അബ്ദുൽക്ക, എന്തെല്ലാം ഉണ്ട്? നമുക്ക് അവിടെ ഇരുന്നാലോ? ഇരിക്കെ. എന്തൊക്കെയുണ്ട്? കഴിഞ്ഞ 5 വർഷം സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്നു. ഈ വാർഡ് LDFൻ്റെ കയ്യിൽ നിന്ന് ഒരു 10 വർഷം മുമ്പ് ഇങ്ങ് പിടിച്ചെടുത്തതാണ്. അന്നത്തെ ഒരു സ്റ്റാർ ആയിരുന്നു താങ്കൾ. ഇപ്പോൾ അതിനുശേഷം ഒരു തവണ കൂടി ഇടതുപക്ഷത്തിനോടൊപ്പം പോയെങ്കിലും താങ്കൾ വന്നപ്പോൾ വീണ്ടും ഈ വാർഡ് നിലനിർത്താൻ UDFന് സാധിച്ചു. കഴിഞ്ഞ 5 വർഷം ഈ വാർഡിലേക്ക് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്? 22-ാം വാർഡ് സംബന്ധിച്ച് ഞങ്ങളന്ന് ചെയ്തൊരു കാര്യം, ഞാൻ 2010 ഇവിടെ മത്സരിച്ച സമയത്ത്, അതിൻ്റെ മുമ്പുണ്ടായിരുന്ന സമയത്ത് ഈ ഒരു വാർഡ് വളരെ പിന്നോക്കം നിന്നിരുന്നൊരു വാർഡായിരുന്നു. ജനങ്ങൾക്കൊരു ഉപകാരം കിട്ടാതെ, റോഡോ ഗതാഗതമോ വെളിച്ചമോ ഒന്നുമില്ലാതെ വളരെ ബുദ്ധിമുട്ടി നിന്നൊരു സമയത്താണ് ഞാനിവിടെ മത്സരരംഗത്തിറങ്ങുന്നത്. ജനങ്ങൾക്ക് കൊടുത്തൊരു ഉറപ്പുമ്മൽ, ജനങ്ങൾ എനിക്ക് എന്നൊരു ഉറപ്പ് പ്രകാരം ഞാനിവിടെ മത്സരിക്കുകയും 2010 എന്നെ ഇവിടെയുള്ള UDFൻ്റെയും ഇവിടെയുള്ള ജനങ്ങളും എന്നെ ഒന്നടങ്കം എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയുണ്ടായി. ആ 5 വർഷക്കാലം ഇവിടുത്തെ ജനങ്ങളെ കൂടെ ഞാൻ ഉറച്ചു നിന്നു. അവർ പറഞ്ഞ എല്ലാ വികസനങ്ങളും ഞാൻ ഈ ഒരു നാട്ടിൽ
ചെയ്തു കൊടുത്തു. ആദ്യമായിട്ട് വിജയിക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പരിചയക്കമ്മി അന്ന് ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ നാട്ടിലെ നമ്മുടെ ആളുകൾക്ക് വേണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അന്ന് ചെയ്തു. രണ്ടാമത് ഭരണം ഈ ഒരു വാർഡിൽ LDF പിടിച്ചെടുക്കുകയുണ്ടായി. അതിൻ്റെ ആ ഒരു LDF പിടിച്ചെടുത്തതിന് ശേഷം ആ 5 വർഷക്കാലം ഇവിടുത്തെ ആളുകൾ അനുഭവിച്ച ദുരിതത്തിന് മറുപടിയായിട്ടാണ് ജനങ്ങൾ വീണ്ടും ഞങ്ങളെ ഇവിടുന്ന് UDFനെ തിരഞ്ഞെടുത്തേക്കപ്പെട്ടത്. ആ 5 വർഷക്കാലത്ത് ഞാൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിട്ടാണ് എനിക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ലഭിച്ചത്. ഞാനത് നല്ല രീതിയിൽ നല്ല രൂപത്തിൽ കൈകാര്യങ്ങൾ ചെയ്തു. ഈ 22-ാം വാർഡിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നോ ആ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങളാവട്ടെ, അതുപോലെ 5 വർഷം ജനങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. 5 വർഷം ഞാൻ നോക്കി ജനങ്ങളെ കൂടെ തന്നെ ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണല്ലോ ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന മുഫീദ പറഞ്ഞത്. ആരുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങളോ ഒന്നും ആരും അറിയിച്ചിട്ടില്ല. 1-2 പ്രശ്നങ്ങൾ പറഞ്ഞാൽ അത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അത് മുനിസിപ്പാലിറ്റിയിൽ പൂർണ്ണമായിട്ട് എല്ലായിടത്തുമുള്ള വിഷയം തന്നെയാണ് ആണല്ലോ. ഇങ്ങൾക്കും അറിയാലോ. ഈ ഒരു 22-ാം വാർഡിന് മാത്രമല്ല പ്രശ്നം, കോട്ടക്കൽ നഗരസഭ ചെറുകിട കുടിവെള്ള പദ്ധതികളൊക്കെ അല്ലേ, അതൊക്കെ പ്രാവർത്തികമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഇപ്പോൾ നമ്മൾ ഒരു 8, 5, 6, 7 ഒക്കെ വീടുകൾക്കൊക്കെ കേന്ദ്രീകരിച്ച് നമ്മൾ ചെറുകിട കുടിവെള്ള പദ്ധതി ഉണ്ടാക്കി കൊടുത്ത് അവരെ അത് പിന്നീട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ബഹുത്തായ കുടിവെള്ള പദ്ധതി കോട്ടക്കൽ ഒന്നും നടക്കൂല. കാരണം ഇവിടെ ജലത്രേജസ് ഇല്ല എന്ന് നമുക്ക് എല്ലാ അന്വേഷണത്തിലും എല്ലാ ഉദ്യോഗസ്ഥരും നമുക്കത് രേഖാമൂലം എഴുതി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അമൃത് അതുപോലുള്ള വലിയ വലിയ വികസന പദ്ധതികൾ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ തിരുനാവായ 30 ലക്ഷം രൂപയാണ് നഗരസഭയോട് അടക്കാൻ പറഞ്ഞത്. അത് നമുക്ക് പിന്നെ വാട്ടർ ടാങ്ക് കെട്ടാൻ വേണ്ടിയുള്ള സ്ഥലത്തിനാണ്. 30 ലക്ഷം രൂപ നഗരസഭ അടച്ചിട്ടുണ്ട്. അത് മൊത്തത്തിലൊരു 24 കോടി രൂപയോളം ചെലവഴിച്ച് നമ്മളെ MLAയുടെ ഫണ്ട്, അമൃത് എന്നുള്ള ഫണ്ട് എല്ലാം വെച്ചിട്ട് കോട്ടക്കൽ നഗരസഭ ഇനി വരാൻ പോകുന്ന ഭരണസമിതിക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ 100% സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. വേറെ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷം സംഭവ ബഹുലമായിരുന്നു. ആദ്യത്തെ 3 വർഷം ഒരു ചെയർപേഴ്സൺ ആയിരുന്നു. അതിനുശേഷം വേറൊരു 2 വർഷം വേറെ ചെയർപേഴ്സൺ. ഈ 2 ചെയർപേഴ്സൺമാരുടെ ഭരണം ഒന്നിച്ചാണെങ്കിൽ പോലും വിലയിരുത്തുമ്പോൾ ഏറ്റവും നല്ല ഭരണം ആരുതായിരുന്നു? രണ്ടും ഒരേപോലെ ആയിട്ടുണ്ട് ഭരണം. അതിലൊന്നും നമുക്കൊരു ഇതൊന്നും സംശയം. അതും തന്നെ UDF ആയിരുന്നു. പിന്നെ വന്നാളും നോക്കി UDF ആയിരുന്നു. 5 വർഷം. അതിൻ്റെ ഇടയിൽ ഒരാഴ്ച ഇടതുപക്ഷത്തിൻ്റെ കൂടെ പോയി, 1 മാസത്തോളം. ആര് പോയി? ഭരണം. കാരണം ഇടതുപക്ഷ പിന്തുണയോടുകൂടി മുസ്ലിം ലീഗിലെ 6 അംഗങ്ങൾ ഭരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് പിന്നീട് അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ അറിയാനുള്ളത്? അതിനോട് ചോദിച്ചാൽ പറഞ്ഞത് എന്തായിരുന്നു? അത് മുസ്ലിം ലീഗിന് ക്ഷീണം ചെയ്തോ? അത് നിങ്ങൾക്ക് ക്ഷീണമാകുന്ന രൂപത്തിലാണ് സംസാരിക്കേണ്ടത്, അതോ അല്ലാത്ത രൂപത്തിലാണ്? താങ്കൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് പോലെ ഏറ്റവും നല്ല ഭരണം ഈ 5 വർഷക്കാലം കോട്ടക്കൽ നഗരസഭ നടത്തിയിട്ട്. കാരണം 2010 ചെയർപേഴ്സണായിരുന്നു ഉഷറ ഷബീർ. അതേ ചെയർപേഴ്സൺ വീണ്ടും വന്നത്. ഞങ്ങൾക്ക് ഭരണത്തിലോ മറ്റുള്ള വിഷയങ്ങളിലോ ഞങ്ങൾക്ക് പിന്നീട് എതിർപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. UDF പറയുന്ന പോലെ തന്നെ കോട്ടക്കൽ നഗരസഭയിൽ ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട്. അതിൻ്റെ ഇടക്കാലത്ത് വെച്ച് നടന്നൊരു ഭരണമാറ്റത്തിൽ നിങ്ങൾ പറഞ്ഞ ഒരു 5 ദിവസം, ആ 5 ദിവസം അവർ എന്താണ് ഇവിടെ ചെയ്തതും കൂടി നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞെന്നാൽ. രേഖയിലൊന്നും ഇല്ലല്ലോ. അവർക്ക് ഒരു ദിവസം പോലും കൗൺസിൽ കൂടാനോ ബോർഡ് ഒന്നും ഇരിക്കാനോ കുറച്ചൊരു മാനസികമായ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാക്കിയ സമയം തന്നെ ആയിരുന്നില്ല അത്. അങ്ങനെ ലീഗിൻ്റെ അടിയിൽ മാനസികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള ഉത്തരം അറിയേണ്ട ആൾ ഞാനല്ല. അത് കോട്ടക്കലിലെ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ്. അല്ല, സ്വാഭാവികമായിട്ടും താങ്കളുടെ മനസ്സിലും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു വിഷമം. കാരണം സ്വാഭാവികമായിട്ടും 32 അംഗങ്ങളുള്ള കൗൺസിലിൽ നിന്ന് ഒരു വിഭാഗം കൂടെ നിന്ന ആളുകൾ മറുകണ്ഠം ചാടുന്ന ഒരു സാഹചര്യം. അത് പിന്നെ അവരിഷ്ടമല്ല. അവർ പിന്നീട് അതിനനുസരിച്ച് നിന്നു. ഞാൻ അന്നും ഇന്നും എപ്പോഴും UDFൻ്റെ കൂടെ ഉറച്ച് നിന്നു. കാരണം ഞാൻ ഇവിടെയുള്ള ജനങ്ങളിൽ നിന്നും ഏറ്റെടുത്തൊരു പിന്നീട് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തം 5 കൊല്ലം കൊണ്ട് ഇവിടെ പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അത് ഞാൻ ഇവിടുത്തെ ജനങ്ങളൊപ്പം നിന്ന് ജാതി മത ഭേദ കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ട്
പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഈ വാർഡിലേക്ക് വേണ്ടത് എന്താ? ഈ വാർഡിലേക്ക് ഇനി വേണ്ടത് ഇവിടെ പിന്നെ അടിസ്ഥാന വിവരങ്ങളെല്ലാം ആയിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ഇങ്ങോട്ട് എന്നല്ല, കോട്ടക്കൽ നഗരസഭ ആദ്യം 32 വാർഡായിരുന്നു, ഇനിയിപ്പോൾ അത് 35 വാർഡായി. മെയിൻ വിഷയം കുടിവെള്ളം തന്നെയാണ്. അത് മാത്രമേ ഇനി ഈ ഒരു 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും, ആക്കാൻ സാധിക്കും. കാരണം ഫണ്ടൊക്കെ അടച്ചല്ലോ. കാരണം കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ടാങ്ക് കെട്ടാനുള്ള സ്ഥലം വല്യറമ്പ്, മരവട്ടം ഇവിടെ എല്ലാം ചെയ്ത് അവിടുന്ന് പിന്നെ തിരുനാവായിൽ നിന്നും വെള്ളം ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അടിച്ചിട്ട് ഇവിടെയുള്ള ചെറുകിട കുടിവെള്ള പദ്ധതികളുടെ ടാങ്ക് കെട്ടി അതിലേക്കൊക്കെ അടിച്ചു കൊടുത്ത് നമ്മളെ പ്രശ്നം പരിഹരിക്കും. അടുത്ത 5 വർഷത്തിൻ്റെ പ്രധാന കാര്യം നടക്കാൻ പോകുന്നത് അതാണ്. അത് തന്നെ ഉള്ളൂ. അല്ലാതെ വേറെ ഇപ്പോൾ കോട്ടക്കൽ നഗരസഭയെ സംബന്ധിച്ച് 32 വാർഡുകളായിരുന്നല്ലോ ഇതിന് മുമ്പ്. ഇപ്പോഴുള്ള ഇനി 35 അതുവരെയുള്ള എല്ലാം നോക്കി 32 വാർഡുകൾ എല്ലാം നടന്നിട്ടുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വാർഡുകൾക്കും ഒരേമാതിരി വികസനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അതിനനുസരിച്ച് കണ്ട് കൊടുത്തിട്ടുണ്ട്. ആരും തന്നെ നമ്മൾ തഴഞ്ഞിട്ടില്ല. പിന്നെ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റേതായിട്ടുള്ള പിന്നീട് ഓരോരോ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവുമല്ലോ. അതങ്ങനെയാണ് സ്വാഭാവികമായിട്ടും, അങ്ങനെയാണല്ലോ നമ്മൾ നടത്തുക. അങ്ങനെ എന്നിരുന്നാലും എല്ലാ ഭാഗത്തുമുള്ള ആളുകൾക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മളെ നഗരസഭയിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. അവരുതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു വിഷയം. കാരണം സർക്കാരിൽ നിന്ന് ഫണ്ടില്ല, കൊടുക്കാൻ പറ്റൂല. ആദ്യം നമ്മൾ 7000 രൂപയുടെ അടുത്തായിരുന്നു ഒരാൾക്ക് നമ്മൾ നൽകിയിരുന്നത്. അത് സർക്കാർ ഒറ്റയടിക്ക് 3000 റുപ്യമൊക്കെ ആക്കി തന്നു. ആ ഒരു ക്ഷീണം ഞങ്ങൾ മറികടന്നു. കാരണം മറികടന്നെന്ന് വെച്ചാൽ നമ്മൾ സന്നദ്ധ സംഘടന വഴി സ്കൂളുകൾ വഴി ഓരോ പിന്നെ ആളുകളുടെ അടുത്തും പോയിട്ട് നമ്മൾ സംസാരിച്ച് നമുക്ക് ഫണ്ട് തന്ന് ചെയർപേഴ്സണിൻ്റെ ഫണ്ടിലേക്ക് ആ ഫണ്ട് വാങ്ങി നഗരസഭ ഫണ്ടടച്ച് അൽമാസിലേക്ക് അടച്ചു. ഇന്നും ഈ ആളുകൾ നമ്മുടെ നഗരസഭയുടെ ആ ഒരു നല്ല ഒരു കാര്യമുണ്ടായത് കൊണ്ട് ഇന്നും അവർ ചികിത്സ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മാത്രമായിരുന്നു ഫണ്ട് ബാലൻസ് വെച്ചിട്ടാണ് ഈ ഭരണസമിതി ഇറങ്ങുന്നത്. അത് 10 വർഷത്തെ പറഞ്ഞില്ല, ഞങ്ങൾ 17,65,00,000 രൂപ ഞങ്ങൾ നഗരസഭയിൽ ഓൺ ഫണ്ട് ആക്കി വെച്ചിട്ടാണ് പോരുന്നത്. അതിൽ ഞങ്ങൾക്ക് നല്ല അഭിമാനമുണ്ട്. കാരണം ഞങ്ങൾ കയറുന്ന സമയത്ത് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല ഫണ്ട്. 17,65,00,000 രൂപ ഒരാഴ്ച മുമ്പാണ് നമ്മൾ കൗൺസിൽ കൂടി അവിടെ ഉള്ളതായിട്ട് നമ്മൾ കൗൺസിലിൽ രേഖാമൂലം അറിയിച്ചു പോകുന്നത്. അതിന് ശേഷം വരുന്ന ഓൺ ഫണ്ടുകളെല്ലാം എത്തിയാലും ഈ പുതിയൊരു ഭരണസമിതി കൂടുമ്പോഴേക്കും അതൊരു 20 കോടി രൂപയുടെ മുകളിലേക്ക് ഇനി ആര് തന്നെ എത്തിയാൽ അവർക്ക് വളരെ നല്ല ഭംഗിയായിട്ട് ഭരണം നടത്താവുന്നതാണ്. എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പോലും വ്യക്തിഗത ആനുകൂല്യങ്ങൾ കിട്ടാത്തതിനെ പറ്റിയുള്ള പരാതി ഉണ്ടാവില്ല. അപേക്ഷ തന്ന ഒരാളെപ്പോലും നമ്മൾ മടക്കിയിട്ടില്ല. എല്ലാവർക്കും നമ്മൾ കൊടുത്തു. അത് CPM ആണോ BJP ആണോ ആരാണോ ഒന്നും നമ്മൾ നോക്കി എല്ലാവർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ മനുഷ്യരാണ്. അതുപോലെ തന്നെ ഇനിയും ഇവിടുന്ന് മുന്നോട്ടുണ്ടാവും. വൻ ഭൂരിപക്ഷത്തോടു കൂടി ഇനി ഇവിടെ നിൽക്കുന്ന മുഫീദ വിജയിക്കുകയും അവരുടെ കരങ്ങളിൽ ഇനി ഈ 5 വർഷം 22-ാം വാർഡ് സുരക്ഷിതമായി 23-ാം വാർഡ് സുരക്ഷിതമായിരിക്കും. അതിനൊരു അഭിപ്രായ വ്യത്യാസം ഇവിടുത്തെ ആളുകൾക്കില്ല. ഇവിടുത്തെ ആളുകൾക്കെല്ലാം ഇവിടുത്തെ പൊതുജനങ്ങൾ ഇപ്പോൾ അറിഞ്ഞു UDF ഭരണപക്ഷത്തുള്ള ഒരാൾ നഗരസഭയിലേക്ക് പോയാൽ എന്തെല്ലാം കൊണ്ടുവരാൻ പറ്റും എന്നും ആർക്കെല്ലാം അത് ഉപയോഗപ്പെടുമെന്നും ഈ 23-ാം വാർഡിലെ ജനങ്ങൾക്ക് അത് അറിഞ്ഞു. അവരത് വിശ്വസിച്ചു. 90% ആളുകളും മുഫീദാക്ക് വോട്ട് ചെയ്യും. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, മുൻകാലങ്ങളിൽ ഉണ്ടായതിനേക്കാൾ ഡബിൾ ഭൂരിപക്ഷത്തോടു കൂടി മുഫീദ കോട്ടക്കൽ നഗരസഭയിൽ ഉണ്ടായിരിക്കും. ഒരു സംശയമാണ്. എന്തൊക്കെയുണ്ട്? വിദേശത്ത് നിന്ന് വന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെയാണോ? തെരഞ്ഞെടുപ്പ് അനുഭവിച്ചത് തന്നെയാണ്. അതൊരു ആവേശമല്ലേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വാർഡിൽ ഒരുപാട് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ തികച്ചും ആവേശമാണ്. KMCC ഇനിയും ആളുകൾ വരാനുണ്ട്. ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വാർഡിലേക്ക് എത്താൻ പോവാണ്. ഇനിയും ആൾക്കാർ എത്താൻ പോവാണ്. നല്ല ആവേശത്തോടെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. വന്നതിന് ശേഷം വാർഡുകളിലെ പല വീടുകളിലും വോട്ടെടുക്കാൻ മുസ്ലിം ലീഗ് പാർട്ടി സെക്രട്ടറിയുടെ കൂടെ കൗൺസിലർ നിലവിലെ സ്ഥാനാർത്ഥിൻ്റെ കൂടെ പല വീടുകളിലും പോയി നിലവിലുള്ള കൗൺസിലർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ വോട്ട് പിടിക്കാൻ പോകുന്നത്. പുറമെ ഞങ്ങൾ KMCC പല കാര്യങ്ങളും ഈ വാർഡിലോട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ വെച്ചിട്ടാണ് ഞങ്ങൾ വോട്ട് പിടിക്കാൻ പോകുന്നത്. അതിനുള്ളൊരു വിജയം സുനിശ്ചിതമായിട്ട് ഈ വാർഡിൽ നിന്നുണ്ടാവും. നല്ല റെസ്പോണ്ടാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത്. എന്തുണ്ട്? എങ്ങനെയുണ്ട്? വാർഡിൻ്റെ സാഹചര്യമൊക്കെ എങ്ങനെയുണ്ട്?
വാർഡിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഈസി വാക്ക് ഓവറാണ്. ഈസി വാക്ക് ഓവറാണ് തീർച്ചയായിട്ടും. ഓ വൺ മാൻ ഷോ ആണ്. വൺ മാൻ ഷോ ആണ്, അത് അങ്ങനെ തന്നെ പറയാം. കാരണം അതിനുള്ള കാര്യങ്ങളൊക്കെ മുൻ വർഷങ്ങളിൽ ഇവിടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആളുകളുടെ അടിയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ കൂടുതലായിട്ട് ഇനി ഒന്നും കിട്ടാല്ല ഈ വാർഡിൽ. ആളുകൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ നമുക്കില്ല. കാരണം എല്ലാം നമ്മൾ കണ്ടറിഞ്ഞ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചുള്ളൊരു വിഷയങ്ങളൊന്നും ഈ വാർഡിലില്ല. അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതം. തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റിയിലെ ഒരു 2ാം സ്ഥാനം ഞങ്ങൾ വാങ്ങിക്കും ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ. ആ ഒരു തന്നെയാണല്ലോ. എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകും. എന്തെല്ലാം ഇനി ഇപ്പോൾ വാർഡിലേക്ക് വേറെന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ടോ? വാർഡിലേക്ക് ഇപ്പോൾ ചെയ്തു കൊടുക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒട്ടനവധി വികസനങ്ങളാണല്ലോ അവിടെ കൊടുത്തിട്ടുള്ളത്. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ വികസനം കൊടുക്കുന്ന വാർഡാണിത്. സ്വന്തം വാർഡിലേക്ക് മറിച്ചു എന്ന് തന്നെയാണോ? അതല്ല, അദ്ദേഹം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ വികസനങ്ങൾ ഈ വാർഡിൽ കൊണ്ടുവരാൻ സാധിച്ചത്. ഇതിന് മുമ്പും 2010 കാലഘട്ടത്തിലും അതിൻ്റെ മുമ്പേ ഒട്ടും വികസനം നടക്കാത്ത ഒരു മേഖലയായിരുന്നല്ലോ ഈ മദ്രസമ്പടി ഭാഗം. ആ മദ്രസമ്പടി ഭാഗം അന്നത്തെ കാലത്തിന് എന്തായി ഒരു പൊന്നാക്കി കാണിച്ചു തന്നു. പിന്നെ സെക്കൻഡ് ടൈമിൽ ഞങ്ങൾ എന്ത് ചെയ്തു? തോറ്റു. പിന്നെ ഈ പ്രാവശ്യം അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആ ബോർഡൊക്കെ നോക്കിയാൽ കാണാം. അതുമല്ല ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇത്തരം വികസനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് വോട്ടർമാരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ നല്ല പ്രതികരണമാണ് കിട്ടുന്നത്. കാരണം ഇത്ര അധികം വികസനം കൊടുക്കുന്നൊരു വാർഡ് കോട്ടയം മുനിസിപ്പാലിറ്റി ഇല്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് 100% 200% ഞങ്ങൾ വിജയിക്കും. നല്ല ഭൂരിപക്ഷം ഉണ്ടാവും, തർക്കമില്ല. പറഞ്ഞ പോലെ തന്നെ നമ്മൾക്കായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇനി ഇതുള്ളൂ. എന്തായാലും ഭൂരിപക്ഷം കൂട്ടാനുള്ള വർക്കാണ് ഞങ്ങൾ നടത്തുന്നത്. അത് 200-ൽ കൂടുതലല്ലാതെ കുറച്ച് കീഴ്പ്പെട്ട് കിട്ടിയ ഞങ്ങൾ ചിന്തിക്കണില്ല. ഇല്ല. എന്താണ് പറയാനുള്ളത്? 100% വിജയം ഉറപ്പാണ്. എങ്ങനെയുണ്ട് ഈ വാർഡിലെ സാഹചര്യമൊക്കെ? ഉഷാറല്ലേ. 23 വാർഡ് പിന്നെ എന്താ പറയുക, അത്രയും പിന്നെ ഉഷാറായിട്ട് ഇവിടെ പുരോഗതി പലതും നടന്നിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ വലിയ പുരോഗതി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പുരോഗതി നടത്തിയിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ഇത്തവണ എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ഞങ്ങൾ എതിർ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, അവരെ പാർട്ടി ഉണ്ടല്ലോ, പിന്നെ പാർട്ടി അവരെ അഡ്രസ്സും കൂടി ഉണ്ടാവില്ല. ആ കോലത്തിലാണ്. ഒരു സംശയമില്ല, 100% ഞാൻ അതിൻ്റെ പേര് പറയില്ല. അത്രയും. എങ്ങനെയുണ്ട് വാർഡിലെ സാഹചര്യമൊക്കെ? വാർഡിലെ സാഹചര്യം കുഴപ്പമില്ല. പൂർണ്ണമായിട്ടും UDFൻ്റെ സ്ഥാനാർത്ഥി ജയിക്കും. നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. എങ്ങനെയുണ്ട്? UDFൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കുള്ളൂ. അത്രയ്ക്കും വികസനങ്ങൾ ഈ വാർഡ് നടന്നവിടെ നമുക്ക് ധൈര്യമായിട്ട് പറയാം. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. സ്ഥാനാർത്ഥികൾക്ക് ഷൈനെക്സ് നൽകുന്ന സ്നേഹം. എല്ലാ ആശംസകളും.